ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ ബുധനാഴ്ച നമ്മൾ ലോയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചെയ്യുന്നത്. ഇന്ന് എല്ലാവർക്കും തിരക്കായി പോയി. അതുകൊണ്ട് ഞാൻ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ടോപ്പിക്കിന്റെ പേര് സൈക്കോബയോട്ടിക്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ടതാണ്, എന്നാൽ അതേസമയം തന്നെ ബയോട്ടിക് എന്ന തലത്തിൽ നിന്നുകൊണ്ട് എന്താണ് ഇത് നമ്മളുടെ കണക്ഷൻസ്. പല പ്രാവശ്യം നമ്മളിതൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും നമ്മളുടെ ആന്തരികമായ അവയവങ്ങളെ കുറിച്ചൊക്കെ സ്വല്പം കൂടെയൊക്കെ ഒന്ന് ആ ടെക്നിക്കൽ ടേംസിൽ ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടി ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് പരസ്പരം ചേർന്ന് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക് എടുത്തത്. സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തലം. ശ്രദ്ധിച്ചു നോക്കിയാൽ കഴിഞ്ഞ 5 വർഷക്കാലങ്ങളിലുള്ള റിസർച്ചുകളാണ് സൈക്കോബയോട്ടിക്കും അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട പോസിറ്റീവ് സൈക്കോളജിയും എല്ലാം ഈ അടുത്ത കാലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചേഞ്ചസ് ആണ്. മോഡേൺ സയൻസിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന പുതിയ പുതിയ അറിവുകളാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തിന് മുമ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബയോട്ടിക് എന്നോ മൈക്രോബയോംസ് എന്നോ ബയോട്ട എന്നോ അങ്ങനെയൊന്നും ഉള്ള വാക്കുകളൊന്നും പൊതുവെ നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നും കൂടെ നമ്മൾ അറിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ്. അന്ന് എങ്ങനെയാണ് ഇവരിതൊക്കെ മനസ്സിലാക്കിയത്. എന്നാൽ ഇത്രയൊക്കെ സയൻസ് ഇമ്പ്രൂവ് ചെയ്തിട്ടും നമ്മളൊന്നും സാധാരണ രീതിയിൽ ഈവൻ പലപ്പോഴും ഡോക്ടേഴ്സ് വരെ ഈ പേരുകളൊക്കെ പലതും കിട്ടില്ല എന്ന് പലപ്പോഴും പല സ്പീച്ചുകളിലൂടെയൊക്കെ നമ്മൾ കേട്ടു. അപ്പൊ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ ഈ ഒരു ടോപ്പിക് എന്താണ് സൈക്കോബയോട്ടിക്, അതും മെന്റൽ ഹെൽത്തുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നൊക്കെ നമുക്ക് അല്പനേരം ഒന്ന് ശ്രദ്ധിക്കാം. സൈക്കോബയോട്ടിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള മോഡേൺ മെഡിസിന് അല്ലെങ്കിൽ ഒരു മെഡിസിനുള്ള ആൾട്ടർനേറ്റീവ്. ഇറ്റ്സ് എ നാച്ചുറൽ ആൾട്ടർനേറ്റീവ് ടു മെഡിസിൻസ് അവൈലബിൾ വെൻ ലുക്കിംഗ് ഫോർ മെന്റൽ ഹെൽത്ത് ആൻഡ് കോഗ്നിഷൻ തെറാപ്പീസ്. മെന്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ കാണുന്ന മെഡിസിനിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നാച്ചുറൽ ഓൾട്ടർനേറ്റീവ് ആണ് എന്നാണ് ഈ ശാസ്ത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇറ്റ്സ് എ നാച്ചുറൽ ഓൾട്ടർനേറ്റീവ്. നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്താൽ തന്നെ തീർച്ചയായും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കപ്പെടാം, അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്തിനോ അല്ലെങ്കിൽ കോഗ്നിഷന്റെ പ്രൊസീജിയേഴ്സിനോ ഒക്കെ നമുക്ക് ഗുണകരമാകും എന്ന് മനസ്സിലാക്കാവുന്ന തരത്തിലുള്ളൊരു സ്റ്റഡിയാണ് സൈക്കോബയോട്ടിക്സ് എന്ന് പറയുന്ന ആ സിസ്റ്റം നമ്മളെ കൊണ്ടെത്തിക്കുന്നു. ഇത് പറയുമ്പം ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ കേട്ടുക: പ്രോബയോട്ടിക്സ്, ആന്റിബയോട്ടിക്സ്, പ്രീബയോട്ടിക്സ്, സിൻബയോട്ടിക്സ്, പോസ്റ്റ്ബയോട്ടിക്സ് ആൻഡ് സൈക്കോബയോട്ടിക്സ്. ഇതെല്ലാം ബയോട്ടിക്കുമായിട്ട് ബന്ധപ്പെടുന്ന ഭാഗമാണ്. ബയോട്ടിക് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഗട്ടുമായി അല്ലെങ്കിൽ വയറുമായി, സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേമുകളാണ് ബയോട്ടിക് എന്ന് പറയുന്നത്. പ്രോബയോട്ടിക്സ് എന്നൊക്കെ പറയുന്ന ചില മരുന്നുകളും അതുപോലെ തന്നെ ചില നാച്ചുറൽ ആയിട്ടുള്ള ചില ഫുഡുകളും എല്ലാം നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പ്രീബയോട്ടിക്സ് എന്ന് വെച്ചാൽ ഫൈബർ റിച്ച് ഫുഡ്സ് എന്നാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള കണ്ടന്റ് എല്ലാം പ്രീബയോട്ടിക് എന്ന് പറയുന്ന ഒരു തരത്തിലാണ്. ആന്റിബയോട്ടിക് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ടു ട്രീറ്റ് ബാക്ടീരിയ. അപ്പൊ നമ്മുടെ ഇന്നറിലുള്ള സ്റ്റൊമക്കിൽ നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ബാക്ടീരിയ, ഫംഗൽ, അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനെല്ലാം ട്രീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. പ്രീബയോട്ടിക് നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ പാർട്ടുകളാണ്, ഫൈബർ കൂടുതലുള്ള ഫുഡ്. പ്രോബയോട്ടിക്സ് എന്ന് വെച്ചാൽ ഈ ഇന്നറിലുള്ള അല്ലെങ്കിൽ സ്റ്റൊമക്കിലുള്ള ബാക്ടീരിയ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള നല്ല ലാക്ടോബാസിലസ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഫുഡ് നമ്മൾ കഴിക്കും. അപ്പം ബാക്ടീരിയ ഗ്രോ ചെയ്യും. നമുക്ക് എത്ര സെൽസ് ഉണ്ടോ ആ സെൽസിന്റെ 200 ഇരട്ടി മടങ്ങ് ഇതുപോലത്തെ ബാക്ടീരിയൽ സെൽസ് ഉണ്ട്. ബയോട്ട എന്ന് പറയുന്ന ബാക്ടീരിയയും വൈറസും എല്ലാം അടങ്ങുന്ന ഒരു വലിയ സമൂഹം തന്നെ നമ്മുടെ ഗട്ടിലുണ്ട്. വയറ് മാത്രമല്ല, ശരീരത്തിന് മുഴുവനുണ്ട്.
പക്ഷെ അത് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആകുന്നത് അല്ല ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഗട്ട് ഏരിയയിലാണ്, നമ്മുടെ വയറിന്റെ ഏരിയ, സ്റ്റൊമക്കിന്റെ ഏരിയയിലാണ്. അപ്പൊ അവിടെ ബാക്ടീരിയ ശരിക്കും ഗ്രോത്ത് ഉണ്ടാക്കുക. തന്നെയുമല്ല, ചില ബാക്ടീരിയകളൊക്കെ അപകടകാരിയാണ്, ചില ബാക്ടീരിയകളൊക്കെ നമുക്ക് ഗുണകരമാണ്. അപ്പൊ അങ്ങനെയുള്ള ബാക്ടീരിയകളെ, ഗുണകരമായ ബാക്ടീരിയകളെ കൂടുതൽ ഗ്രോ ചെയ്യുകയും മറ്റുള്ളതിനെ നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോബയോട്ടിക്സ് മരുന്നുകളുടെ ഗണത്തിൽപ്പെടാം. പുതിയ തരത്തിലുള്ള മരുന്നുകളാണ്. നമുക്കെല്ലാവർക്കും കാർബോഹൈഡ്രേറ്റുമായി ബന്ധപ്പെട്ട ഫുഡുകൾ എപ്പോഴും നമുക്ക് എനർജി തരുന്നതാണ്. എന്നാൽ ഇങ്ങനെ തരുന്ന ഫുഡിന് പകരം ഇങ്ങനെ തരുന്ന ഫുഡ് കൂടുതൽ കഴിക്കുമ്പോൾ കൂടുതൽ എക്സസ് ആയിട്ട് വരുന്ന എനർജി നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ആയിട്ട് അടിഞ്ഞു പോകും. പല തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മളിലേക്ക് എത്തിക്കും. ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പറയുന്ന ഫാറ്റി എക്സസ് ഫാറ്റാണ്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാർബോസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് അതിന് പകരം പ്രോബയോട്ടിക്സ് എന്ന് പറയുന്ന പുതിയ തരത്തിലുള്ള സ്മാർട്ട് മെഡിസിൻസ് കഴിച്ച് നമ്മളിലുള്ള കൊഴുപ്പിനെ അലിയിച്ച് കളഞ്ഞ് ആ കൊഴുപ്പിൽ നിന്നുള്ള എനർജി ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് റൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം. ഇത് എത്രമാത്രം ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ളതൊക്കെ നമുക്ക് കൂടുതൽ സ്റ്റഡി വേണ്ടി വരും. ഒത്തിരി അഡ്വർടൈസ്മെന്റ് ഒക്കെ ഉണ്ട് പ്രോബയോട്ടിക്സിനെ കുറിച്ച്. പക്ഷെ അതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ, ഓരോ വ്യക്തികളും ഓരോ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനും നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മൾ മാറിയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം കൃത്യതയോടുകൂടി നമ്മൾ പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ബോഡിയിലുള്ള ചേഞ്ചസ് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇങ്ങനെയുള്ള മെഡിസിൻസ് നമ്മൾ കഴിക്കാൻ. പിന്നെ വരുന്നത് സിൻബയോട്ടിക്സ്. ഇതൊരു ബാലൻസിങ് ആണ്. നമ്മുടെ ശരീരത്തിനകത്തുള്ള, വയറിനകത്തുള്ള മൈക്രോബയോട്ടയെ ബാലൻസ് ചെയ്ത് നിർത്തുക എന്ന് വെച്ചാൽ നല്ലതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക, മോശമായതിനെ നമുക്ക് കളയാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം, ഒരു ബാലൻസിങ് വേണം. പിന്നെ വരുന്നത് പോസ്റ്റ് ബയോട്ടിക്സ്, ദാറ്റ് ഈസ് ആന്റി മൈക്രോബിയൻസ്. നമുക്ക് ഗുണകരമല്ലാത്ത മൈക്രോബയോട്ടകളെ നമ്മൾ മാറ്റാനുള്ള പോസ്റ്റ് ബയോട്ടിക്സ്. പിന്നെ വരുന്നതാണ് സൈക്കോബയോട്ടിക്സ്. എന്നുവെച്ചാൽ ഈ ബാക്ടീരിയ, നമ്മുടെ ഗട്ടിലുള്ള ബാക്ടീരിയയും ബ്രെയിനുമായിട്ടുള്ള കണക്ടിവിറ്റിയെ ഇംപ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള സൈക്കോബയോട്ടിക് രീതികൾ. ഇവയെല്ലാം ബാക്ടീരിയയുമായിട്ട് ബന്ധപ്പെടുന്ന തലങ്ങളാണ്. എല്ലാം പ്രധാനമായിട്ടും നമ്മുടെ സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ടുള്ള ഗട്ട് ബാക്ടീരിയാസ് ആണ്. അപ്പൊ അതിനെ പല രീതിയിൽ നമ്മൾ ബാലൻസ് ചെയ്യുക, ഗ്രോ ചെയ്യുക. ചിലതിനെ നമ്മൾ കുറയ്ക്കുക, ചിലതിനെ ആന്റിബയോട്ടിക് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ നെഗറ്റിവിറ്റി കുറയ്ക്കുക, ചിലത് ഫൈബർ റിച്ച് ഫുഡ് ഉപയോഗിച്ചിട്ട് അതിനെ ഇംപ്രൂവ് ചെയ്യുക. അങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ ഗട്ട് ബാക്ടീരിയയെ ഇംപ്രൂവ് ചെയ്യുന്ന പലതരത്തിലുള്ള സിസ്റ്റം. ഇതിലാണ് പ്രീബയോട്ടിക്സ്, ആന്റിബയോട്ടിക്സ്, പ്രോബയോട്ടിക്സ്, സിങ്ബയോട്ടിക്സ്, പോസ്റ്റ് ബയോട്ടിക്സ് ആൻഡ് സൈക്കോബയോട്ടിക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് തന്നെയാണ് ഇതിനെ ഏതൊക്കെ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നാണ് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത്. ഗട്ട് മൈക്രോബയോംസ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ യുവർ ഹെൽത്ത് ബൈ ഹെൽപ്പിംഗ് control digestion and your immunity system and many other aspects of health. നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം, ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സൈറ്റോക്രൈൻ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തെ പ്രോപ്പറായിട്ട് നിർത്തുക. അതുപോലെ തന്നെ ഡൈജഷനെ, അല്ലെങ്കിൽ സ്റ്റൊമക്കുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, ഡൈജഷന്റെ ആവശ്യം തന്നെ നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്, മെറ്റാബോളിസം ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉണ്ടാകുക, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് എനർജി എക്സ്ട്രാക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള സിസ്റ്റംസ് എല്ലാം ഈ മൈക്രോബയോംസ് എന്ന് പറയുന്ന ഗട്ട് ബാക്ടീരിയയുടെ നിയന്ത്രണത്തിലാണ്. എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്? ഇറ്റ്സ് എ ജെനറ്റിക് മെറ്റീരിയൽ ഓഫ് ഓൾ മൈക്രോബ്സ്, ബാക്ടീരിയ, ഫംഗി, പ്രോട്ടോസ്വ ആൻഡ് വൈറസ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാം കൂടിച്ചേർന്ന് അത് പ്രധാനമായും നമ്മുടെ ശരീരത്തിന്റെ അകത്ത്, പ്രധാനമായും ഗട്ട് സൈഡിൽ അല്ലെങ്കിൽ ഗട്ട് ആക്സിസിലാണ് അത് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ബാക്ടീരിയ നമ്മൾ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ബാലൻസ് ചെയ്യുകയും ചെയ്യണമെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ നിയന്ത്രിക്കുക എന്നുള്ളത്. പ്രധാനമായും ഫ്രൈഡ് ഫുഡ്സ്, സിട്രസ് ഫുഡ്സ്, ആർട്ടിഫിഷ്യൽ ഷുഗർ, അതുപോലെ ടു മച്ച് ഫൈബർ ബീൻസ്, കൂടുതൽ ഫൈബർ ഉപയോഗിക്കാതിരിക്കുക, കാബേജ് ആൻഡ് ഇറ്റ്സ് കസിൻസ്, അതുമായിട്ട് ബന്ധപ്പെടുന്ന കുറെ, അതുപോലെ തന്നെ ഫ്രക്ടോസ്, സ്പൈസി ഫുഡ്സ്, ഇതെല്ലാം അവോയ്ഡ് ചെയ്യുമ്പോൾ നമ്മുടെ മൈക്രോബയോട്ടയുടെ അല്ലെങ്കിൽ മൈക്രോബയോംസിന്റെ ആ എക്സിസ്റ്റൻസ്, ആവാസ വ്യവസ്ഥയ്ക്ക് ഗുണകരമായ ഒരു തലത്തിലേക്ക്.
അതിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കും. അപ്പോൾ നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പറയുമ്പോഴും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തൊക്കെ ഫുഡുകൾ അവോയ്ഡ് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ആ ഫുഡുകളെല്ലാം ഈ മൈക്രോബയോംസുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യുന്നതാണ്. അതിന്റെ ഹെൽത്തിനെ പലപ്പോഴും അത് റെസിസ്റ്റ് ചെയ്യുന്നതാണ്, ആ ഗ്രോത്തിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഫുഡുകളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഒബിസിറ്റി, അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കൊളസ്ട്രോൾ, ഷുഗർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മുടെ ഡൈജഷൻ പോലും കറക്റ്റ് ആകുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മെറ്റാബോളിസത്തിന്റെ ഇഫക്റ്റ് ശരിയാകുന്നില്ല, ഇല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഡൈജഷൻ കംപ്ലീറ്റ് ആകാതെ പോകുന്നു, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് എനർജി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റാതെ വരുന്നു, പല കാരണവശാലും നിന്നു പോകും. ഇങ്ങനെയുള്ള പല പല കാരണങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പൊ ഇതെല്ലാം ഇതിനെ ഒരു കാരണമായിട്ട് തീർക്കും. So the activity of your gut bacteria affects stress and anxiety. അപ്പോൾ മെന്റൽ ഹെൽത്തുമായിട്ട് നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്ത് ചിന്തിക്കുമ്പോൾ ഈ ഗട്ട് ബാക്ടീരിയ സ്ട്രെസ്സിനെയും ആങ്സൈറ്റിയെയും ഡയറക്റ്റ് ആയിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് വാഗസ് നെർവ് എന്ന് പറഞ്ഞിട്ട് ഇതിനെ കുറിച്ച് പഠിച്ചിരുന്നു. വാഗസ് നെർവ് എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജാണ്, ഗട്ടും അതുപോലെ തന്നെ ബ്രെയിനും തമ്മിലുള്ള ബ്രിഡ്ജാണ്. ഒരു ലൈവ് ബ്രിഡ്ജാണ്, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ബ്രിഡ്ജാണ്. അപ്പൊ ഈ ബ്രിഡ്ജിനെ ബ്ലോക്ക് ചെയ്യുന്ന എല്ലാ സിസ്റ്റംസും, ഇതെല്ലാം സ്ട്രെസ്സും ആങ്സൈറ്റിയും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാകും. അതിന് ബാലൻസ്ഡ് മൈക്രോബയോം ക്യാൻ ഇംപ്രൂവ് യുവർ സ്ട്രെസ് റെസിലിയൻസ്. ആ സ്ട്രെസ് വന്നാൽ നമുക്ക് സ്ട്രെസ് വരിക അല്ലെങ്കിൽ സ്ട്രെസ് ഒരു സിറ്റുവേഷൻ ഉണ്ടാകാന്ന് വെച്ചാൽ വളരെ നാച്ചുറലാണ്. കാരണം നമ്മളെപ്പോഴും ഒരു സറൗണ്ടിങ് അല്ലെങ്കിൽ എൻവയോൺമെന്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്താൽ ജീവിക്കും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ സ്ട്രെസ് കോമൺ ആണ്. നമ്മുടെ കാരണങ്ങൾ കൊണ്ട്, നമ്മളല്ലാത്ത കാരണങ്ങൾ അറിഞ്ഞും അറിയാതെയൊക്കെ അത് സ്ട്രെസ് ഉണ്ടാകും. അപ്പൊ ഈ സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്ട്രെസ്സിനെ റെസിലിയൻസ് പവറിലൂടെ തിരിച്ച് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ബോഡിയുടെ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. പക്ഷെ പലപ്പോഴും ആ സിസ്റ്റം മുന്നോട്ട് പോകാൻ പറ്റാതെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇംബാലൻസ് ഉണ്ടാകും. അങ്ങനെ ഇംബാലൻസ് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. അപ്പൊ അതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക. വെജിറ്റബിൾസ് കഴിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതെല്ലാം നമ്മൾ ആയുർവേദിക് ലൈനിൽ പറഞ്ഞ ലഘുവായിട്ടുള്ള ഫുഡുകളാണ്, ലൈറ്റ് ഫുഡുകളാണ്. അപ്പൊ നമ്മുടെ വയറ്റിലുള്ള ഈ മൈക്രോബയോംസിനെ അല്ലെങ്കിൽ ബയോട്ടയ്ക്ക് ഗുണകരമാകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡുകളാണ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. കാരണം അത് ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ അങ്ങനെയുള്ളത്. അതുപോലെ ലെഗ്യൂംസ്, തക്കാളിയെ പോലെയുള്ള അല്ലെങ്കിൽ കാബേജ് പോലെയുള്ള ചില ഫ്ലവേഴ്സാണ്. അതുപോലെ ബീൻസ് കൂടുതലാകരുത് ന്യായമായിട്ട്, കാരണം അതിന് ഫൈബർ കണ്ടന്റ് കൂടുതൽ ഫൈബർ കണ്ടന്റ് പ്രോബ്ലം ഉണ്ട്. അതുപോലെ ഫ്രൂട്ട്സ്, റാസ്ബെറി ടൈപ്പുള്ള എല്ലാ ഫുഡുകളും, ആന്റിചോക്സ് വെച്ചാൽ പയർ വർഗ്ഗങ്ങൾ, അതുപോലെ ഗ്രീൻ പീസ്, ബ്രോക്കോളി, ചിക്ക് പീസ്, പരിപ്പ് വർഗ്ഗങ്ങൾ, ലെൻഡിൽസ്, ഇങ്ങനെയുള്ളതെല്ലാം കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ഫൈബർ കണ്ടന്റ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ, അളവിൽ കൂടുതലല്ല, ന്യായമായ എൻ്റെ യഥാർത്ഥത്തിലുള്ള മെഷർമെന്റിൽ കഴിക്കുമ്പോൾ നമ്മുടെ മൈക്രോബയോംസ് കൂടുതൽ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് മാറുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള മൈക്രോബയോംസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യും. അത് നമ്മുടെ ഗട്ട് സിസ്റ്റത്തെ വളരെ ഈസി ആയിട്ട് ബാലൻസ് ചെയ്യാൻ എളുപ്പമായി. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഒരു തലം. അപ്പൊ നമ്മൾ മെന്റൽ ഹെൽത്ത് ബെറ്റർ ആകണമെങ്കിൽ നമ്മളുടെ ഫുഡ് ഈ മൈക്രോബയോംസ് അല്ലെങ്കിൽ ഗട്ട് ബാക്ടീരിയയ്ക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ളതായിരിക്കും. അപ്പൊ അതെന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. സാധാരണ നമ്മുടെ ബ്രെയിന് അല്ലെങ്കിൽ നമ്മള് ബ്രെയിൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ബ്രെയിൻ. ഹ്യൂമൻ ബോഡി ഹാസ് 2 ബ്രെയിൻസ്. സയാമീസ് ഇരട്ടകളെ പോലെ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ട് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മളുടെ തിങ്കിങ്ങിനെയും പ്രോസസ്സിങ്ങിനെയും റെസ്പോൺസിബിൾ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു യഥാർത്ഥ ഹെഡിലുള്ള ബ്രെയിൻ ആണെങ്കിൽ അതിനൊപ്പം നിന്നുകൊണ്ട് ഒരു ഗട്ട് ബ്രെയിനും ഇസ് ലൊക്കേറ്റഡ് അവർ ടമ്മി, റെസ്പോൺസിബിൾ ഫോർ അവർ ഡൈജസ്റ്റീവ് സിസ്റ്റം. മെറ്റാബോളിസത്തെ എല്ലാം ഇംപ്രൂവ് ചെയ്യുന്ന, ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ഇംപ്രൂവ് ചെയ്യുന്ന, ബാക്കി എല്ലാ സിസ്റ്റത്തെയും ആഡ് ഓൺ ചെയ്യുന്ന ഒരു സെക്കൻഡ് ബ്രെയിൻ, ഗട്ട് ബ്രെയിൻ. അപ്പൊ ഇങ്ങനെയുള്ള ഈ 2 ബ്രെയിനുകൾ ഒരേ ആക്സിസിലാണ് വർക്ക് ചെയ്യുന്നത്. അതിനാണ് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്നത്.
ഇത് രണ്ടും സയാമീസ് ട്വിൻസിനെ പോലെ തന്നെ വർക്ക് ചെയ്യും. ഏതെങ്കിലും ഒന്ന് ഡൗൺ ആയാൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേതിനും അതിൻ്റെ അസോസിയേറ്റഡ് ആയ പ്രോബ്ലംസ് ഉണ്ടാകാം. ഇഫ് വൺ ബ്രെയിൻ ഗെറ്റ് അപ്സെറ്റ്, ഏതെങ്കിലും ഒരു ബ്രെയിൻ അപ്സെറ്റ് ആയാൽ ഡെഫിനറ്റ് ആയിട്ടും മറ്റേതും അതേ സിറ്റുവേഷനിലേക്ക് വരാം. നമുക്കറിയാം, നമ്മുടെ വയറ് ശരിയല്ലെങ്കിൽ, സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് വയറ് ശരിയല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകണ്ടെന്നേ പറയുന്നത്. ഒരു വേദന വരാം, പല രീതിയിലുള്ള അസ്വസ്ഥതകൾ വരാം. വയറ് ശരിയല്ലെങ്കിൽ, ഗട്ടിന്റെ ഏരിയ ശരിയല്ലെങ്കിൽ, ഗട്ട് ആക്സിസ് ശരിയല്ലെങ്കിൽ നാച്ചുറലി അത് നമ്മുടെ നോർമൽ അല്ലെങ്കിൽ പോസിറ്റീവ് ബ്രെയിനെയും അതേ രീതിയിൽ തന്നെ അഫക്ട് ചെയ്യും. ദർ ഇസ് എ പവർഫുൾ ഇൻഫ്ലുവൻസ് ഇൻ ഓൾ തിങ്സ് ബ്രെയിൻ റിലേറ്റഡ്. ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെല്ലാം ഇത് കണക്റ്റഡ് ആണ്. നമ്മൾ പറഞ്ഞിരുന്ന ഒരു വാഗസ് നെർവുമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോഴെല്ലാം ബ്രെയിനിൽ നിന്ന് ഡയറക്റ്റ് ഗട്ട് ബ്രെയിനിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള കണക്ഷൻ അതിനുണ്ട്. നെർവസ് സിസ്റ്റത്തിൽ തന്നെ അങ്ങനെയുള്ള നെർവസ് സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആകുന്ന ആ ഒരു ബേസിക് നെർവാണ് ടൈപ്പ് 9 വാഗസ് നെർവ് എന്ന് പറയുന്നത്. ദെൻ അബ്ഡോമിനൽ പെയിൻ, അതുപോലെ കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ, ബ്ലോട്ടിംഗ്, അതുപോലെ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, സിലിയാക് ഡിസീസ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഗട്ട് പെയിനുകൾ അല്ലെങ്കിൽ ഗേറ്റിലുണ്ടാകുന്ന ഡിസോർഡർ, സ്റ്റൊമക് ഡിസോർഡേഴ്സ് എല്ലാം ആങ്സൈറ്റിയും ഡിപ്രഷനുമായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് നമ്മുടെ വയർ എത്രമാത്രം ശുദ്ധമായിരിക്കുന്നത്, നമുക്കറിയാം വയറ് കൂടിയിരുന്നാൽ ഉറക്കം പോലും നമുക്ക് പോസിബിൾ ആണ്. ഉറക്കുമ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങരുത് എന്ന് പറയും. അതിന്റെ റീസൺ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. റീസൺ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഗട്ടിലുള്ള എല്ലാ അല്ലെങ്കിൽ സ്റ്റൊമക്കിലുള്ള എല്ലാ ഫങ്ഷൻസ് നടക്കുന്ന മസിൽസ് ഉപയോഗിച്ചിട്ട്. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് എല്ലാം ഉറങ്ങും. അപ്പൊ പിന്നെ ആ ഗട്ട് മൂവ്മെന്റ് ഒന്നും നടക്കത്തില്ല. സ്റ്റൊമക്ക്, നമ്മുടെ ഭക്ഷണം മുന്നോട്ട് പോയി അടുത്ത പോയിന്റിലേക്ക് എത്തുന്ന ആ പ്രോസസ്സ് നടക്കത്തേയില്ല. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഇൻഡൈജഷൻ ഉണ്ടാകും, ഡൈജഷൻ കറക്റ്റ് ആകത്തില്ല, പല ഏരിയയിലും ഡൈജസ്റ്റ് ചെയ്യാത്ത ഫുഡുകൾ ബ്ലോക്ക്ഡ് ആകും, മെറ്റബോളിസം ഡൗൺ ആകും. തന്നെയല്ല, ഡൈജസ്റ്റ് ചെയ്യാത്ത എല്ലാ ഫുഡുകളെയും നമ്മൾ ടോക്സിക് എന്നാണ് പറയുന്നത്. ശരീരത്തിന് വിഷമായിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ ഇത് തമ്മിലൊരു ഡയറക്റ്റ് കണക്ടിവിറ്റി ഉണ്ട്. അതാണ് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് തന്നെ പറയുന്നത്. സോ ദ ഗട്ട് ഹെൽത്ത് അഫക്റ്റ് അവർ ബ്രെയിൻ ഫങ്ഷൻ ടൈം ടു ടൈം. ഓരോ നിമിഷവും ഇത് തമ്മിലുള്ള ഇന്റർ കണക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെന്റൽ ഹെൽത്ത് എപ്പോഴും ഗട്ട് ബ്രെയിൻ ആക്സിസിലുള്ള കണക്ടിവിറ്റിയുമായിട്ട് എപ്പോഴും റിലേറ്റഡ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് ഈ മൈക്രോബയോമിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അവർ ബോഡി ഈസ് കോളനൈസ്ഡ് ബൈ ഹ്യൂജ് നമ്പർ ഓഫ് ഓർഗാനിസംസ്. നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ട്. ഫംഗസ് ഉണ്ട്, വൈറസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഓർഗാനിസം ഏകദേശം നമ്മളുടെ ഹ്യൂമൻ സെൽസിന്റെ 10 ടൈംസ് ആണ്. 10 ടൈംസിനും നമ്മുടെ ഹ്യൂമൻ ഓർഗാനിസത്തിന്റെ 100 ടൈംസ് എന്ന് പറയുന്നു. അപ്പോൾ ടോട്ടൽ സെൽസിന്റെ 100 മടങ്ങ് അല്ലെങ്കിൽ 200 മടങ്ങ് അധികമാണ് ഇങ്ങനെയുള്ള സെൽസിന്റെ കണ്ടന്റ്. എൻറ്റയർ ബോഡി മെജോറിറ്റി ഇൻ ഗട്ട് ആക്സിസ്. പ്രധാനമായിട്ട് ഗട്ട് ആക്സിസിൽ നിൽക്കുന്നു, അല്ലാതെ തന്നെ ശരീരത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇത് വ്യാപിച്ചിരിക്കും. അത്രമാത്രം പോസിറ്റീവായിട്ടുള്ള ഗ്രോത്ത് ഉള്ള ഒരു ഏരിയയാണ് ഈ കോളനൈസ്ഡ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ്. ഇതിനെക്കുറിച്ച് വളരെ പണ്ട് കാലത്ത് ഹിപ്പോക്രാറ്റ്സ്, നമ്മളെ പുരാതന കാലത്തുള്ള വൈദ്യൻ എന്ന തരത്തിൽ കാണപ്പെടുന്ന, അല്ലെങ്കിൽ ശരിക്കും വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഹിപ്പോക്രാറ്റ്സ് BC 370-കളിൽ പറയുന്നുണ്ട്, ഓൾ ഡിസീസ് ബിഗിൻസ് ഇൻ ദ ഗട്ട്. വയറ്റിൽ നിന്നാണ് എല്ലാ രോഗങ്ങളുടെയും കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ കഴിഞ്ഞ 5 വർഷ കാലഘട്ടങ്ങളിൽ, 5 വർഷം മുമ്പുള്ള കാലഘട്ടങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള റിസർച്ചുകൾ ഈ ഒരു സിസ്റ്റവുമായി ബന്ധപ്പെട്ട് 90% റിസർച്ചുകളും ഹ്യൂമൻ മൈക്രോബയോം, ഹ്യൂമൻ മാത്രമല്ല ലോകത്തിലുള്ള അല്ലെങ്കിൽ വേൾഡിലുള്ള എൻവയോൺമെന്റിലുള്ള എല്ലായിടത്തും മൈക്രോബയോംസ് ഉണ്ട്. പക്ഷെ ഹ്യൂമൻ മൈക്രോബയോംസ് ഒരു സെറ്റ് ഓഫ് സിസ്റ്റംസ് ഉണ്ട്. ഇത് കഴിഞ്ഞ 5 വർഷമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള റിസർച്ചുകൾ ഇതിലുമായിട്ട് നടക്കുന്നുണ്ട്. ഇറ്റ് ഇസ് എ ന്യൂ ഡൊമൈൻ ഇൻ മോഡേൺ മെഡിസിൻ. അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ചേഞ്ചസും ഹിപ്പോക്രാറ്റ്സ് പറയുന്നത് പോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാവിധ പ്രോബ്ലത്തിന്റെ അല്ലെങ്കിൽ ഡിസോർഡേഴ്സും ഗട്ടുമായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു സയന്റിഫിക് സ്റ്റൈലിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി സ്റ്റഡികളും നിലനിൽക്കുന്നു. അതിലൊരു സ്റ്റഡി ഇതാണ്,
കൈഷു യൂണിവേഴ്സിറ്റി, ജപ്പാനിലുള്ള കൈഷു യൂണിവേഴ്സിറ്റിയിൽ ചില സ്റ്റഡികൾ നടന്നു. എലികളിൽ, മൈസിൽ ചില എലികൾ നടന്നു, ടെസ്റ്റുകൾ നടന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ജേം ഫ്രീ ആയിട്ടുള്ള ഒരു മൈസ്. ജേം ഫ്രീ ആക്കാൻ നമുക്ക് വളരെ ഈസിയാണ്. നമ്മളുടെ ശരീരത്തിൽ കുറെ മരുന്നുകൾ കഴിച്ചാൽ ജേം ഫ്രീ ആയി നമ്മൾ. പക്ഷെ അത് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പൊ ജേം ഫ്രീ ആകുന്ന ഇങ്ങനെയുള്ള ഫ്രീ ആക്കിയപ്പെട്ടിട്ടുള്ള മൈസിനെ ഒരു ട്യൂബിൽ 1 മണിക്കൂർ ഒബ്സർവ് ചെയ്യാൻ വെച്ചിരിക്കുക. നോർമൽ ആയിട്ടുള്ള മൈസിനെ ഇതുപോലെ 1 മണിക്കൂർ ഒബ്സർവ് ചെയ്യും. എന്നിട്ട് അതിന്റെ സ്ട്രെസ് ഹോർമോൺ ലെവലുകൾ ഒന്ന് അനലൈസ് ചെയ്യും. അതിൽ നിന്ന് ഈ ജെയിംസ് ഫ്രീ ആയിട്ടുള്ള മൈസ് കൂടുതൽ സ്ട്രെസ് ലെവൽ കാണിക്കുന്നതായി കാണും. അതിന്റെ സ്ട്രെസ് ലെവലിന്റെ മെഷർമെന്റ് നോക്കുമ്പോൾ കൂടുതൽ അത് അഫക്റ്റഡ് ആയിട്ട് കാണുന്നതായി ഈ യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റഡികൾ കണ്ടെത്തും. ഇതുപോലെ അനേകം യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെയുള്ള സ്റ്റഡികൾ നടക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഇതേ യൂണിവേഴ്സിറ്റി നടന്ന മറ്റൊരു സ്റ്റഡി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഈ പ്രീ ട്രീറ്റഡ് ആയിട്ടുള്ള മൈസ്. പ്രീ ട്രീറ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ജേംസ് ഉള്ള, അല്ലെങ്കിൽ സ്ട്രെസ് റെസ്പോൺസ് അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ കാണിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള മൈസുകളെ ഒരു പ്രത്യേക തരം ബാക്ടീരിയയുമായിട്ട് ഇഞ്ചക്ട് ചെയ്യും. പ്രത്യേകം ബാക്ടീരിയ, ബിഫിഡോ ബാക്ടീരിയം എന്ന് പറയുന്ന ഒരു തരം ബാക്ടീരിയയുമായിട്ട് അതിനെ ആഡ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ അതിന് ഇഞ്ചക്ട് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം കണ്ട അതേ എക്സ്പെരിമെന്റ് വീണ്ടും ചെയ്യുമ്പോൾ ഇങ്ങനെ ബാക്ടീരിയ ഇഞ്ചക്ട് ചെയ്ത ഈ ടൈപ്പ് മൈസുകൾ നോർമൽ ആയിട്ടുള്ള സ്ട്രെസ് റെസ്പോൺസ് കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഇങ്ങനെ അവരുടെ കൺക്ലൂഷനിൽ എത്തുകയാണ്. ദിസ് പ്രൂവ്ഡ് ദ ഇൻറ്റസ്റ്റൈനൽ മൈക്രോബയോം ഇൻഫ്ലുവൻസ് സ്ട്രെസ് ഇൻ ബ്രെയിൻ ആൻഡ് എക്സ്പ്ലെയിൻസ് പോസിബിലിറ്റി ഓഫ് പ്രോബയോട്ടിക്സ് ടു ഹെൽപ്പ് ബ്രെയിൻ ഫംഗ്ഷൻ. അപ്പൊ ബ്രെയിൻ ഫംഗ്ഷനെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള മൈക്രോബയോംസ് അല്ലെങ്കിൽ ബയോട്ടകളെ ഇംപ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രോ ചെയ്യുന്ന പ്രോബയോട്ടിക്സിന്റെ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ പോസിബിലിറ്റീസിനെ കുറിച്ച് ഇങ്ങനെയുള്ള സ്റ്റഡികൾ മുന്നോട്ട് പോകും. അങ്ങനെ ഇപ്പൊ നമ്മുടെ നെറ്റിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രോബയോട്ടിക്സ് അടിച്ചാൽ ഒത്തിരി മെഡിസിൻസ് അല്ലെങ്കിൽ മെഡിക്കൽ എയ്ഡ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പ്രോബയോട്ടിക്സിന്റെ ലിസ്റ്റ് നമുക്കറിയാം. നമ്മളുടെ പുളിപ്പിക്കാത്ത തൈര് നല്ലൊരു പ്രോബയോട്ടിക്കാണ്. പക്ഷെ അത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അങ്ങനെ അല്ലാത്തത് പലപ്പോഴും യഥാർത്ഥത്തിലുള്ള ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. റാറ്റിലുള്ള പരീക്ഷണങ്ങളാണ്. നമ്മള് പരീക്ഷണങ്ങൾ എപ്പോഴും ഇങ്ങനെ റാറ്റ്, കുരങ്ങ് ഇങ്ങനെയുള്ള. അപ്പൊ ഇങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഓഫ് പ്രോബയോട്ടിക്സ് ബ്രെയിൻ ഫംഗ്ഷനെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ ഒത്തിരി പ്രോബയോട്ടിക്സിന്റെ പേരുകൾ തന്നെ കാണാം. ഈവൻ നമുക്ക് ആമസോണിൽ കൂടെ തന്നെ അവൈലബിൾ ആണ് എന്നൊക്കെ പറയാം. പക്ഷെ അത് എത്രമാത്രം നമ്മുടെ ശരീരത്തെ കൂടുതലായിട്ട് പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു സിസ്റ്റം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബയോട്ടിക്സ് മാത്രമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചുരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാവുന്ന തരത്തിലുള്ള സിസ്റ്റംസ് ഒക്കെ ഇപ്പോൾ വളരെ കൂടുതലായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷെ ഇത് പ്രോബയോട്ടിക്സിന്റെ സാധ്യതകൾ അല്ലെങ്കിൽ നമ്മുടെ മൈക്രോബയോംസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇങ്ങനെയുള്ള മെഡിസിന്റെ ഒരു വരവിനെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാക്മാസ്റ്റർ എന്ന് പറഞ്ഞാൽ കാനഡയിലുള്ള ഒരു യൂണിവേഴ്സിറ്റി, മാക്മാസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ കുറെ പരീക്ഷണം. അവിടുത്തെ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ കാണുന്ന ഇതുപോലുള്ള എലികൾ, ജെയിംസ് ഫ്രീ ആയിട്ടുള്ള ഈ എലികളിൽ തന്നെ മറ്റ് എലികളുടെ ബയോട്ടകൾ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുമ്പോഴും ആ എലികളുടെ, ഏത് എലികളിൽ നിന്നാണോ ആ ബയോട്ട എടുത്തത്, ആ എലികളുടെ തന്നെ സ്വഭാവങ്ങൾ ആ ഫ്രീ ജെയിംസ് ഉള്ള എലികളിൽ കാണപ്പെടുന്നതായിട്ട് പരീക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളാണ് ഗട്ടിലുള്ള ഈ ബാക്ടീരിയസ് നമ്മുടെ സിസ്റ്റം, നമ്മുടെ ബോഡി ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിനെ അസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള ഒത്തിരി ചേഞ്ചസ് നമുക്ക് ഉണ്ടാക്കി തരാം എന്ന് പറയും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മളുടെ ബ്രെയിൻ ആധുനിക തരത്തിലുള്ള ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ചിപ്പുകളുമായിട്ട് കണക്ട് ചെയ്ത് മരിക്കാതെ ജീവിക്കുന്ന പുതിയ പഠനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള പഠനങ്ങളിൽ ഈ ഗട്ട് ബയോംസ് പോലും ഇങ്ങനെയുള്ള സിസ്റ്റത്തെ വളരെ ഈസി ആയിട്ട് നിയന്ത്രിക്കുന്നു. നമ്മൾ ബ്രെയിൻ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ എളുപ്പം, അല്ലെങ്കിൽ ബ്രെയിനിന്റെ സിസ്റ്റത്തെ അനലൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഗട്ട് ബയോട്ടസുകളെ
നമുക്ക് മാനേജ് ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം നോർമൽ ഓർഗാനിസംസ് ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇതിലുള്ള സ്റ്റഡികൾ വളരെ പോസിറ്റീവായിട്ട് ഇപ്പം പുതിയ മോഡേൺ മെഡിസിനിൽ നടക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ ഇങ്ങനെയുള്ള സാധ്യതകൾ ഈ പ്രോബയോട്ടിക്സിന്റെയും അതുപോലെ തന്നെ മൈക്രോബയോട്ടിക് ബയോംസിന്റെയും ഒക്കെ ചേഞ്ചസ് വളരെ ഈസി ആയിട്ട് നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ പവറിനെ ഇംപ്രൂവ് ചെയ്യാൻ ബെറ്റർ ആക്കുന്നു അല്ലെങ്കിൽ ഗുണകരമാകുന്നു എന്നുള്ള ഒരു സ്റ്റഡികളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഗട്ട് ബ്രെയിൻ ആക്സസുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ പറഞ്ഞു ഗട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് ബ്രെയിൻ ആണ്. അപ്പൊ ഈ ബ്രെയിനും ഗട്ടുമായിട്ട് എപ്പോഴും ഒരു ഗട്ട് ബ്രെയിനും അതുപോലെ നമ്മുടെ ഒറിജിനൽ ബ്രെയിനുമായിട്ട് എപ്പോഴും ഒരു ആക്സിസ് ഫോം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലൈൻ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഹൈവേ എന്ന് പറയുന്നത് വാഗസ് നെർവാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതില് ബ്രെയിനിൽ നിന്ന് ഗട്ടിലേക്ക് കുറേ സിഗ്നൽസ് വരും. ദാറ്റ് ഈസ് മൊബിലിറ്റി, സെക്രേഷൻ, മൈക്രോബയോംസ്, അതുപോലെ ന്യൂട്രിയൻ ഡെലിവറി, മെറ്റാബോളിസത്തെ ഹെൽപ്പ് ചെയ്യുന്ന, അതുപോലെ നമ്മുടെ സിസ്റ്റത്തെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒത്തിരി ഇൻപുട്ടുകൾ അല്ലെങ്കിൽ കൺട്രോൾസ് ബ്രെയിനിൽ നിന്ന് ഗട്ടിലേക്ക് വരും. അതേസമയം തന്നെ ഗട്ടിൽ നിന്ന് തിരിച്ച് ബ്രെയിനിലേക്ക് ന്യൂറോ ട്രാൻസ്മിറ്റർ, നമുക്കറിയാം സെറട്ടോണിൻ എന്ന് പറയുന്ന ട്രാൻസ്മിറ്റർ. സെറട്ടോണിൻ ഉണ്ടാക്കുന്നത് 90% വയറ്റിലാണ്, ഈ ഗട്ട് ബ്രെയിനിലാണ്. 10% അത് ബ്രെയിനിൽ ഉണ്ടാകുന്നത്. പക്ഷെ ഡോപ്പമൈൻ അങ്ങനെയല്ല, അതിന് 90% ബ്രെയിനിൽ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഇൻപുട്ടുകൾ അല്ലെങ്കിൽ അതിന്റെ സെക്രേഷൻസ് അതെല്ലാം സംഭവിക്കുന്നത് ഗട്ടിൽ നിന്ന് ബ്രെയിനിലേക്കുള്ള ആ കൺട്രോളിലാണ്. അതുപോലെ മൂഡ് സ്വിങ്, അതുപോലെ സ്ട്രെസ്, ആങ്സൈറ്റി, ബിഹേവിയർ, ഡിപ്രഷൻ, ഇങ്ങനെയുള്ളതിനെല്ലാം മാനേജ് ചെയ്യുന്നത് ഈ മൈക്രോബയോട്ടയുടെ ഇൻഫർമേഷൻസ് ആണ് അല്ലെങ്കിൽ അതിന്റെ കൺട്രോളുകളാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബൈഡയറക്ഷണൽ പാത്വേ എന്ന പോലെ നമ്മുടെ വാഗസ് നെർവ് വഴി ഈ കണക്ടിവിറ്റി വളരെ പോസിറ്റീവായിട്ട് നിലനിൽക്കും. നമുക്കറിയാം ഒരു ബയോളജിക്കൽ ബ്രിഡ്ജാണ് വാഗസ് നെർവ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. വാഗസ് നെർവ് എന്ന് പറയുന്നത് തന്നെ ഒരു ബയോളജിക്കൽ ബ്രിഡ്ജാണ്. It bridges between gut and brain experience a considerable amount of traffic from chemical signals. നമ്മുടെ ശരീരം മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന കെമിക്കൽ സിഗ്നൽസ് ആണ്. കെമിക്കൽ ആൻഡ് വളരെ കുറച്ച് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ്. ഇലക്ട്രിക് സിഗ്നൽസ് മൂവ് ചെയ്യുന്ന ആ ഏരിയ മുഴുവൻ ഇതുപോലുള്ള കെമിക്കൽ സിഗ്നൽസിന്റെ ഇലക്ട്രോലൈറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ. ഇതിന്റെ കൂടെ മൈക്രോബയോംസിന്റെ വാണ്ടറിംഗ് ആണ്. മൈക്രോബയോംസ് വയറ്റിൽ മാത്രമല്ല ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു വാണ്ടറിംഗ് ഇതിന്റെ കൂടെ ഉണ്ട്. സോ ദീസ് സിഗ്നൽസ് travel bidirection. Neurotransmitter, chemical informations regarding emotions, immune system, or stress level, or mental health, ഇതെല്ലാം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ട്രാൻസിറ്റ് ചെയ്യുന്നത് ഗട്ടും ബ്രെയിനും തമ്മിലുള്ള ഈ ബ്രിഡ്ജ്, ബയോളജിക്കൽ ബ്രിഡ്ജിലൂടെയാണ്. അപ്പൊ എപ്പോഴൊക്കെ ഈ ബയോളജിക്കൽ ബ്രിഡ്ജ് ഡൗൺ ആകുന്നു, ഇപ്പൊ ഈവൻ നമ്മുടെ ഒച്ച ശരിയല്ല എന്ന് പറയുമ്പോൾ തന്നെ, നമ്മുടെ വോക്കൽ കോഡിന്റെ സൗണ്ടിന് വ്യത്യാസമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും അത് വാഗസ് നെർവിന്റെ ഡീആക്ടിവേഷൻ ആണ്, വാഗസ് ടോണിന്റെ പ്രോബ്ലം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അത്രമാത്രം സെൻസിറ്റീവ് ആണ് ഈ ഗട്ട് ആക്സസ് തമ്മിൽ, ഗട്ട് ബ്രെയിൻ ആക്സസിന്റെ ചലനങ്ങൾ. അപ്പൊ ഇതിലൂടെ എല്ലാം ഈ മൈക്രോബയോട്ടകളുടെ മൂവ്മെന്റുകളും ഉണ്ട്. കെമിക്കൽ സിഗ്നൽസ് മാത്രമല്ല, ബൈഡയറക്ഷണൽ ആയിട്ടുള്ള മൈക്രോബയോട്ടയുടെ മൂവ്മെന്റും അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ് പ്രത്യേകം. ഇനി HPA ആക്സിസ്, 3 തരം ആക്സിസുകളാണ് നമുക്ക് നമ്മുടെ ബ്രെയിനും ഗട്ടും തമ്മിൽ, അല്ലെങ്കിൽ ബ്രെയിനും മറ്റ് അവയവങ്ങളും തമ്മിൽ. അതിൽ ബ്രെയിനും അഡ്രിനാൽ കോർട്ടക്സ്, നമുക്ക് അഡ്രിനാൽ ഗ്രന്ഥിയും തമ്മിലുള്ള കണക്ടിവിറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഓൾമോസ്റ്റ് എല്ലാ ഹോർമോൺസും ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡാണ് അഡ്രിനാൽ ഗ്ലാൻഡ്. അപ്പൊ ഹൈപ്പോതലാമസും അഡ്രിനാൽ ഗ്ലാൻഡും അതിനിടയിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും തമ്മിലുള്ള ഒരു ആക്സിസ് ആണ് HPA ആക്സിസ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള 3 ആക്സിസുകൾ നമുക്ക് പഠിക്കാം. ഈ ആക്സിസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന പല തരത്തിലുള്ള രോഗങ്ങളും ഈ HPA ആക്സിസ്, അതുപോലെ തന്നെ ഈ ഹൈപ്പോതലാമസ്, അഡ്രിനാലിൻ, അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട HPA ആക്സിസുമായിട്ട് കണക്റ്റഡ് ആണ്. പ്രധാനമായിട്ടും HPA ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് ഹോർമോണുമായിട്ട് പറ്റിയതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത്, ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഹൈപ്പോതലാമസിൽ നിന്ന് CRH എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാകും. അത് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ ആക്ടിവേറ്റ് ചെയ്യും.
ACTH എന്ന് പറയുന്ന മറ്റൊരു ഹോർമോൺ അവിടെ ഡെവലപ്പ് ചെയ്യും. അത് അഡ്രിനാൽ ഗ്ലാൻഡിൽ നിന്ന് കോർട്ടിസോൾ ഡെവലപ്പ്, നോർ അഡ്രിനാലിൻ എന്നൊക്കെ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററും അതേപോലെ തന്നെ ഹോർമോണുകളും ഡെവലപ്പ് ചെയ്യും. ഈ ഹോർമോൺ, ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഈ ഹോർമോണാണ് നമ്മുടെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ എല്ലാ സിസ്റ്റത്തെയും കൺട്രോൾ ചെയ്യുന്നു. ഇതിന്റെ റെസിലിയൻസ് പവർ എത്രമാത്രം കുറയുന്നു, നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ഡൗൺ ആകും. അതനുസരിച്ച് നമ്മൾ പലപ്പോഴും പലതരത്തിലുള്ള ഡിസോർഡറിലേക്ക് നമ്മൾ കടന്നു പോകും. അപ്പൊ ഈ ആക്സിസ്, HPA ആക്സിസ് എന്ന് പറയുന്നത് സ്ട്രെസ് റീഹാബിലിറ്റേഷൻ ആക്സിസ് ആണ്. സ്ട്രെസ് ഉണ്ടാകുന്നത് നാച്ചുറൽ ആണ്, പക്ഷെ ആ സ്ട്രെസ്സിനെ റെസിലിയൻസ് പവറിലൂടെ തിരിച്ചെത്തിക്കാൻ, നോർമൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ഒരു കഴിവാണ് നമ്മൾ ആർജികൾ. അത് HPA ആക്സിസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തലം അതാണ്. അപ്പൊ ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് അതിന്റെ ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട് കേട്ടോ. കോർട്ടിസോൾ ഉണ്ടാകുമ്പോൾ ആ കോർട്ടിസോളിൽ നിന്ന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്കും തിരിച്ച് ഹൈപ്പോതലാമസിലേക്കും ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റവും കൂടെ ഡെവലപ്പ് ചെയ്യുന്നു. എത്രമാത്രം ഈ പറയുന്ന കോർട്ടിസോളിന്റെ സെക്രേഷൻ സ്റ്റോപ്പ് ചെയ്യണം, ബാലൻസ് ചെയ്യണം എന്നുള്ള ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്, നമ്മൾ പോലും അറിയുന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ദേഷ്യം വരുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ദേഷ്യം നമ്മളിന്ന് മാറുകയും ചെയ്യും. പക്ഷെ പലപ്പോഴും ദേഷ്യം വന്ന് അതുപോലെ തന്നെ പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റത്തിന് പ്രോബ്ലംസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ റെസിലിയൻസ് പവറിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള ആ സിസ്റ്റത്തെയാണ് HPA ആക്സിസ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ റെസിലിയൻസ് പവർ കുറയുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാൻ അതിന്റെ ആ വർക്കിംഗ് റെഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും HPA ആക്സിസിൽ ചില പ്രോബ്ലംസ് ഉണ്ടാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ് ലീക്കി ഗട്ട്. നമ്മുടെ വയറ് ലീക്ക് ആകും. വയർ ലീക്ക് ആകുന്ന വെച്ചാൽ വയറല്ല ലീക്ക് ആകുന്നത്, ആക്ച്വലി വയറിലുള്ള സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഇങ്ങനെയുള്ള ആ കുഴലുകളെല്ലാം, അതിലൂടെ പോകുന്ന ആ ചെറുകുടലിന്റെയും വൻകുടലിന്റെയും ആ സിസ്റ്റം എല്ലാം ലീക്ക് ആകുന്ന ഒരു സിസ്റ്റം ഇസ് കോൾഡ് ലീക്കി ഗട്ട്. എന്താണ് ലീക്കി ഗട്ട് വരുന്നത്? ഇറ്റ് മീൻസ് ദാറ്റ് ഗട്ട് ലൈനിങ് ഈസ് ഡാമേജ് ഐ കനോട്ട് ഒപ്റ്റിമലി ഫങ്ഷൻ ബാരിയർ എനി ലോങ്. നമ്മുടെ എല്ലാ കുഴലുകൾക്കും, ചെറുകുടലിനും വൻകുടലിനും കുടലുകൾക്കെല്ലാം അതിൻ്റെ ഒരു ഇന്നർ ലെയർ ഉണ്ട്, ഒത്തിരി ടിപ്പിക്കൽ ലെയേഴ്സ് ഉണ്ട്. അതിൽ ഒരു ലെയർ ബ്ലഡ് പോകുന്ന വെസൽസ്. അപ്പൊ ഇന്നർ ലെവലിൽ കൂടെ നമ്മുടെ ഫുഡ് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഔട്ടർ ലെവലിൽ കൂടെ അതിനെ ലൈവായിട്ട് നിർത്തുന്ന ബ്ലഡ് വെസൽസ് ഉണ്ട്. അതുപോലെ പല പല സിസ്റ്റംസ് ഉണ്ട്. പലപ്പോഴും ലീക്കി ഗട്ട് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഇന്നർ വെസൽസ് അല്ലെങ്കിൽ ഇന്നർ സെൽസ് ലീക്കേജ് ഉണ്ടായിട്ട് അറിയാതെ തന്നെ അത് ബ്ലഡ് വെസൽസിലേക്ക് കണക്ട് ആവും. അപ്പൊ നമ്മൾ ഈ സിസ്റ്റം നോക്കി അറിയാം. ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇതെല്ലാം ഇൻസ്റ്റന്റേനിയസ് സെൽസ് ആണ്. ഒരു വൻകുടലിന്റെയോ ഒരു ചെറുകുടലിന്റെയോ കുഴലാണ്, ഒരു കുടല്, ആ കുടലിന്റെ കുഴൽ. അപ്പൊ അതിന്റെ അകത്തുകൂടെ ഫുഡ് പാർട്ടിക്കിൾസ് പോകുന്നുണ്ട്. അതിന് ലെഫ്റ്റ് സൈഡിലൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള സെൽസ് ആണ്, നോർമൽ ലൈറ്റ് ജംഗ്ഷൻസ് ആണ്, ഒരു ലീക്കുമില്ല. അതിന്റെ താഴെ കാണുന്നത് ബ്ലഡ് സ്റ്റീമാണ്. അതിന്റെ ഇന്നറിന്റെ തൊട്ട് ഔട്ടറായിട്ട് വരുന്നത് ബ്ലഡ് സ്റ്റീംസ് ആണ്. കാരണം ആ കുടലിനെ കൂടുതൽ ലൈവായിട്ട് നിർത്താൻ, അല്ലെങ്കിൽ അതിന് ജീവൻ വെപ്പിക്കുന്നത്. പക്ഷേ റൈറ്റ് സൈഡിൽ കാണുന്ന ചില ഏരിയ കാണാം, ആ സെൽസിന്റെ ഇടയിലൂടെ ചില ഗ്യാപ്പുകൾ, ഇറ്റ്സ് കോൾഡ് ലീക്കി ഗട്ട്. ലീക്കി ഗട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള പോയിസണസ് ആയിട്ടുള്ള, നമ്മുടെ ഡൈജഷൻ ശരിയാകുന്നില്ല. ഡൈജഷൻ ശരിയാകാത്ത സമയത്ത് നമുക്ക് ഡൈജഷൻ എന്ന് പറയുന്നത് ഹോർമോൺസ് ആണ്. ഈ ഹോർമോൺസ് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കും. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ഹോട്ടലിൽ ചെല്ലുന്നു, ഭക്ഷണം കഴിക്കുന്നു, വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നു, അപ്പുറത്ത് ഇരിക്കുന്ന ആള് ചിക്കൻ മേടിച്ച് കഴിക്കുന്നു, അതിന് മണം അടിക്കുമ്പോൾ തന്നെ ഹൈഡ്രോക്ലോറിക് ഗ്യാസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല, പകരം ഒരു ചായ മാത്രമേ കുടിക്കുന്നുണ്ടെങ്കിൽ ഈ ഹൈഡ്രോക്ലോറിക് ഗ്യാസ് സെക്രേഷൻ അവിടെ ഉണ്ടാകും. ഈ ആസിഡ് പലപ്പോഴും ആക്ട് ചെയ്യാൻ അവിടെ ബോഡിയൊന്നുമില്ല, മെറ്റീരിയൽ ഇല്ല, ഫുഡില്ല. അതുകൊണ്ട് നാച്ചുറലായിട്ട് അത് നമ്മളുടെ ഈ സെൽസിനെ അറ്റാക്ക് ചെയ്യും. ഇങ്ങനെ പല പ്രാവശ്യം ആകുമ്പോൾ പലപ്പോഴും അത് ഈ പറയുന്ന രീതിയിലുള്ള ലീക്കി ഗട്ടായിട്ട് മാറും. ഇങ്ങനെ ലീക്കി ഗട്ടുകൾ ഈ ബയോട്ടാസ് എന്ത് സംഭവിക്കും? ബ്ലഡ് സ്ട്രീമിലേക്ക് കടക്കും. ബ്ലഡ് സ്ട്രീമിന്റെ പ്രത്യേകത, ഒരു പ്രത്യേക ബാരിയർ ഉണ്ട്, ബ്ലഡ് സ്ട്രീം ബാരിയർ. ബാരിയർ വളരെ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ്. കാരണം ഈ ബ്ലഡ് ശരീരത്തിന്റെ എല്ലാ ഭാഗവും പ്രത്യേകിച്ച് ബ്രെയിനിലേക്ക് പോകുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ഗട്ട് ബാക്ടീരിയസ് നെഗറ്റീവും പോസിറ്റീവും ഉള്ളതെല്ലാം ഒന്നും ബ്രെയിനിൽ പോകേണ്ട കാര്യം. പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ള സിസ്റ്റം വരുമ്പോൾ അത് ബ്രെയിനിലേക്ക് ചെല്ലാൻ ഉള്ള സാധ്യതകൾ ബ്ലഡ് സ്ട്രീമിലൂടെ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. പലപ്പോഴും ഈ ഗട്ട് ബാക്ടീരിയ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ശരീരത്തിൽ മുഴുവൻ വ്യാപിക്കാനുള്ള കാരണമുണ്ട്. അങ്ങനെ
ഉണ്ടാകുന്ന ഒരു സിസ്റ്റം. ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ എപ്പോഴൊക്കെ സ്ട്രെസ്ഡ് ആകുന്നത്, എപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ ഉണ്ടാകുന്നു. നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മുടെ മെറ്റാബോളിസത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റം ഡൗൺ ആയി, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ഡൗൺ ആയി നമ്മൾ അറിയാതെ തന്നെ സ്ട്രെസ് ഫോം ചെയ്യുമ്പോൾ കോർട്ടിസോളിന്റെ അളവ് നിയന്ത്രിക്കാൻ പറ്റത്തില്ല, ഒരു ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ഫെയിൽ ആകും. അങ്ങനെ ഫെയിൽ ആകുമ്പോൾ അതിന്റെ റീസൺസ് ഇങ്ങനെയാണ്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ പൊതുവെ ദേഷ്യം വരുന്ന ആളാണ്, ദേഷ്യം വരിക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കോർട്ടിസോൾ ഉണ്ടാകുന്നു എന്നാണ്. പക്ഷെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിലോ? ഏത് വ്യക്തിയെ കാണുമ്പോഴും ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ ചില വ്യക്തികളെ കാണുമ്പോൾ, നമ്മുടെ വീട്ടിലുള്ള ചില പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം സഹിക്കാൻ പറ്റാതെ വരും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നാച്ചുറലി ഈ പറയുന്ന കോർട്ടിസോളിന്റെ ലെവൽ ബ്ലഡിലേക്ക്. അങ്ങനെ വരുമ്പോഴും ഈ പറയുന്ന സിസ്റ്റം ലീക്ക് ആകും. ഓൾറെഡി ലീക്കി ആയിട്ടുള്ള ഇൻഡസ്ട്രീനൽ സെൽസ് ഉണ്ടെങ്കിൽ അതിലൂടെ ഈ കോർട്ടിസോളിന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ പറയുന്ന ഗട്ട് ബാക്ടീരിയ ട്രാവൽ ഉണ്ടാകും. അവിടെ എല്ലാം നമ്മുടെ സിസ്റ്റം പലപ്പോഴും അഫക്റ്റഡ് ആകും, ഡിസോർഡറിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് ശരീരത്തിന്റെ ഇങ്ങനെയുള്ള ഏരിയകൾ ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ ശരീരത്തിലുണ്ടാകുന്ന ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാതെ വരുന്ന ടോക്സിൻസ് ആണ്, അല്ലെങ്കിൽ ഫുഡിലുള്ള ടോക്സിൻസ്. നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഫുഡൊന്നും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇതെല്ലാം പോയിസൺസ് ആയിട്ട് മാത്രം നിലനിൽക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഫുഡുകളെല്ലാം ഇങ്ങനെയുള്ള ഒരു ബാരിയറിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് പലപ്പോഴും ഒരു ലീക്കി ഗട്ട് ഫോം ചെയ്യും. അങ്ങനെ ലീക്കി ഗട്ട് ഫോം ചെയ്താൽ നമ്മൾ അറിയാതെ തന്നെ പലതരത്തിലുള്ള പ്രോബ്ലംസിലേക്ക് കടക്കും. നിങ്ങൾക്ക് ഡയഗ്രാം കാണാൻ പറ്റുമോ എന്ന് സംശയമുണ്ട്. ഇത് നമ്മുടെ ഇപ്പൊ പറഞ്ഞ അതേ സിസ്റ്റം തന്നെയാണ്, എല്ലാ തരത്തിലുള്ള സിസ്റ്റം. ആദ്യം കാണുന്ന സ്ട്രെസ്സുമായിട്ട് റിലേറ്റഡ് ആണ്. നമ്മളെ ആദ്യം പറഞ്ഞ HPA ആക്സിസ് ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത്, സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് നോർ അഡ്രിനാലിൻ, അഡ്രിനാലിൻ, കോർട്ടിസോൾ എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന സിസ്റ്റം. അത് നേരെ പോകുന്നത് ലീക്കി ഗട്ടിലേക്കാണ്. അത് ലീക്കി ഗട്ടിലേക്കാണ്. ആ പിക്ചർ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ലീക്കി ഗട്ടിലേക്കാണ് വന്നാൽ ഈ ലീക്കി ഗട്ട് തന്നെ പലപ്പോഴും നമ്മളുടെ സിസ്റ്റത്തെ പലപ്പോഴും പ്രോബ്ലത്തിലേക്ക് എത്തിക്കും. ഇതല്ലാതെ മൂന്ന് സിസ്റ്റം, HPA ആക്സിസ്, HPG ആക്സിസ്, HPT ആക്സിസ്, അങ്ങനെ മൂന്ന് തരത്തിലുള്ള ആക്സിസ് നമ്മുടെ ഹൈപ്പോതലാമസുമായി കണക്റ്റഡ് ആണ്. എന്നുവെച്ചാൽ മെയിൻ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്ത്, പിറ്റ്യൂട്ടറിയുമായിട്ട് കണക്ട് ചെയ്ത്, എന്നാൽ താഴെയുള്ളത് പലപ്പോഴും ഗട്ട്. അഡ്രിനാലിനാണെങ്കിൽ നമ്മൾ ഗട്ടുമായിട്ട് ബന്ധപ്പെട്ടത്, ഗോണാഡാലാണെങ്കിൽ ആ ഹോർമോൺസ്, ദാറ്റ് മീൻസ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസുമായിട്ട് കണക്ട് ചെയ്ത് HPG ആക്സിസ് എന്ന് പറയുന്ന മറ്റൊരു ആക്സിസ് ഉണ്ട്. അതുപോലെ തൈറോയിഡ് ഹോർമോണുമായിട്ട് കണക്ട് ചെയ്ത് HPT ആക്സിസ് എന്ന് പറയുന്ന മറ്റൊരു ആക്സിസ്. അപ്പൊ ഈ ഓരോ ആക്സിസുകളിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഒരു അവയർനെസ്സിന്റെ തലത്തിൽ നമ്മൾ പഠിച്ചിരുന്നാൽ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല അബ്നോർമാലിറ്റീസും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇതിനെല്ലാം നമുക്ക് മാറ്റാം. HPG ആൻഡ് HPT ആക്സിസ് ഒക്കെ നമുക്ക് മറ്റൊരു ദിവസം എടുക്കാം. ഇപ്പോൾ നമ്മൾ HPA ആക്സിസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് സ്ട്രെസ്സുമായി, മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. എന്നാൽ HPG നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ, അതുപോലെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ഇങ്ങനെയുള്ള ഹോർമോൺസിന്റെ വേരിയേഷൻ ഉണ്ടാകുന്ന നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ HPG ആക്സിസ് ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും അതുപോലെ ഗോണാഡാൽ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെടുന്ന വരുന്ന HPG ആക്സിസും, അതുപോലെ തൈറോയിഡുമായിട്ട് ബന്ധപ്പെടും. അതും ഡെവലപ്പ് ചെയ്യുന്നത് ഹൈപ്പോതലാമസിൽ നിന്ന്, പിറ്റ്യൂട്ടറിയിൽ നിന്ന് നേരെ തൈറോയിഡ് ഹോർമോണിലേക്ക്, അതിന്റെ ഗ്ലാൻഡിലേക്ക് പോകും. അങ്ങനെ വരുന്ന സിസ്റ്റം. അപ്പൊ ഇങ്ങനെ മൂന്ന് തരത്തിൽ. ഇതല്ലാതെ ഹൈപ്പോതലാമസ് നമ്മളുടെ സ്കിന്നുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ആക്സിസും കൂടെ ഉണ്ട്. സ്കിൻ, ഹൈപ്പോതലാമസ് ആൻഡ് സ്കിന്നുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഡയറക്റ്റ് ആക്സിസും കൂടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള 4 തരത്തിലുള്ള സിസ്റ്റമാണ് ബ്രെയിനിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള കൺട്രോളുകളെ നിയന്ത്രിക്കുന്നത്. ഇത് ബൈഡയറക്ഷണൽ കൺട്രോളുകളാണെല്ലാം. ചിലതൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യും, ചിലതൊക്കെ ഇൻഹിബിറ്റ് ചെയ്യും, ചിലതിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യും, ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യും, ചിലതിനെയൊക്കെ നമ്മൾ റെസിലിയൻസിലേക്ക് കൊണ്ടുവരും, സ്ട്രെസ് സിറ്റുവേഷനിലേക്ക് കാമാക്കും. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത. അപ്പൊ ഈ സിസ്റ്റംസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് ഒന്ന് അറിയുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഈ ചേഞ്ചസിനെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വല്പം കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു തലത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കും. ഇവിടെ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ആൻഡ് തൈറോയിഡ്. തൈറോയിഡ് T4, T3 എന്ന് പറഞ്ഞ 2 തരം ഹോർമോൺസ് ഉണ്ട്. ലിവറിനെ, അതുപോലെ തന്നെ ഓട്ടോ റിക്കവറിയെ, അതുപോലെ തന്നെ ബ്രെയിനിനെ, ഗട്ടിനെ ഒക്കെ ബാധിക്കുന്ന ഒരു സിസ്റ്റമാണ്. നമുക്കറിയാം തൈറോയിഡ് ഗ്ലാൻഡിനുണ്ടാകുന്ന ഒത്തിരി പ്രോബ്ലംസ്.
ഈ പ്രോബ്ലംസ് ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യും, ഇങ്ങനെയുള്ള ബ്രോങ്കൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഇങ്ങനെയുള്ള സിസ്റ്റംസ് ഇതെല്ലാം നമുക്ക് മറ്റൊരു ദിവസം നോക്കാം. അതുപോലെ തന്നെ HPG ആക്സിസ് എന്ന് പറയുന്നത് ഹൈപ്പോതലാമസിൽ നിന്ന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഡെവലപ്പ് ചെയ്യുന്ന LH ആൻഡ് FSH. LH എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്കുണ്ടാകുന്ന മെയിൽ വേർഷനാണ്, FSH എന്ന് പറയുന്നത് ഫിമെയിൽ വേർഷനാണ്. അത് നമ്മൾ ടെസ്റ്റോസ്റ്ററോണും ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത്, ഇത് ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് വേണ്ടി മാത്രമല്ല ഈ ഹോർമോൺസ് ഉപയോഗിക്കുന്നത് എന്നും കൂടെ നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും നമ്മൾ അത്ലറ്റിക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അവിടെ ഹോർമോൺസ് കുത്തിവെച്ച് ഓട്ടത്തിൽ വിജയിക്കുന്നു, എന്നിട്ട് അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത് കേട്ടത്. അവിടെ എല്ലാം കൊടുക്കുന്ന ടെസ്റ്റോസ്റ്ററോൺ പോലുള്ള നാച്ചുറൽ അല്ല, പക്ഷെ സിന്തറ്റിക് ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ ആണ്. വളരെ പവർഫുൾ ആണ്, ബോഡിക്ക് എല്ലാം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹോർമോണാണ്. അപ്പോൾ ആ ഹോർമോണിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അത് പുരുഷന്മാരിൽ വളരെ കൂടുതലാണ്, സ്ത്രീകളിലും ആ ഹോർമോൺ ശരീരത്തെ കൂടുതൽ ആരോഗ്യപ്രദമായിട്ട് നിലനിർത്തുന്നതിൽ ടെസ്റ്റോസ്റ്ററോൺ വളരെ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സെക്രേഷൻ രാവിലെ 9 മണിക്ക് സംഭവിക്കും, 9-നും 10-നും ഇടയിലുള്ള സമയങ്ങൾ. ഒരു ആണ് ജോലിക്ക് പോകുമ്പോൾ ഈ ടെസ്റ്റോസ്റ്ററോണിന്റെ ഹോർമോൺ വളരെ പോസിറ്റീവായിട്ട് ഡെവലപ്പ് ആവും. നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കില് ഇങ്ങനെ ഒരു സിസ്റ്റം തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. പക്ഷെ അത് സെക്സ് ഹോർമോൺ ആണെങ്കിൽ പോലും ശരീരത്തിന്റെ എല്ലാ ഫംഗ്ഷനെയും പോസിറ്റീവായിട്ട് നിർത്തുന്ന ഒരു ഹോർമോൺ. അപ്പൊ ഇങ്ങനെയുള്ള സിസ്റ്റമാണ് പലപ്പോഴും നമ്മളെ പോസിറ്റീവായിട്ടുള്ള മെന്റൽ ഹെൽത്തിലും അതുപോലെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫിസിക്കൽ ഹെൽത്തിലേക്കും എത്തിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു വിഷയം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള സിസ്റ്റത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ പലപ്പോഴും നമുക്കൊരു പ്രയോജനകരമായ അനുഭവം നമുക്കുണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ തരത്തിലുള്ള സിസ്റ്റംസ് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കും. ചെറിയ പിക്ചർ കാണാമല്ലോ അല്ലേ? ഓക്കെ, ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കണം. ഒന്ന് എല്ലാവരും ചെയ്യാം, നിങ്ങൾക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കാം. ഇതിനകത്ത് ബ്രെയിനിലെ തലാമസിന്റെ ഏരിയ കാണിച്ചിട്ടുണ്ട്. അവിടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞൊരു ബാരിയറിനെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞു, ഈ ബ്ലഡിലേക്ക് ഈ ബയോട്ടാസോ അല്ലെങ്കിൽ ഈ പറയുന്ന ലീക്കി ഗട്ടിൽ ഉണ്ടാകുന്ന ഒരു നെഗറ്റിവിറ്റിയും പോകാത്ത വിധം ശ്രദ്ധിക്കേണ്ട ഒരു ബാരിയർ, നമ്മൾ പോലും അറിയാതെ ഒരു ബ്ലഡ് ബ്രെയിൻ ബാരിയർ അവിടെ ഉണ്ട്. അപ്പൊ അത് സിസ്റ്റവുമായിട്ട് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പിന്നെ വാഗസ് നെർവ് വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാം കണക്ടിവിറ്റി പോകുന്ന വാഗസ് നെർവ് ബൈഡയറക്ഷണൽ ഇതൊരു ഹൈവേ ആണ് നമ്മൾ പറഞ്ഞു, ബയോളജിക്കൽ ഹൈവേ ആണെന്ന് പറഞ്ഞു. പിന്നെ വരുന്നത് സ്ട്രെസ്സുമായിട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന സ്ട്രെസ് ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ഡെവലപ്പ് ചെയ്യുന്ന അഡ്രിനാലിൻ ഗ്ലാൻഡ് ചെയ്യുന്ന കോർട്ടിസോളുമായി ബന്ധപ്പെടുന്ന ആ കണക്ടിവിറ്റി നേരെ പോകുന്ന ലീക്കി ഗട്ടിലേക്കാണ്. അപ്പൊ നമ്മളുടെ സ്ട്രെസ് ലെവൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഇത് നേരെ പോകുന്നത് ലീക്കി ഗട്ടിലേക്കാണ്. ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രീനൽ സെൽസിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഡാമേജിലേക്ക് ഈ കോർട്ടിസോളിന്റെ ഡയറക്റ്റ് എൻട്രി ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത്രമാത്രം പവർഫുൾ ആണ് കോർട്ടിസോൾ. ഇപ്പൊ വയറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ബയോട്ടയുടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ലീക്കി ഗട്ടിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് രണ്ട് രീതിയിലും പറയാം. സ്ട്രെസ് കൊണ്ട് ഇതും ലീക്കി ഗട്ട് കൊണ്ട് സ്ട്രെസ്സും ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരു ബയോ ഡയറക്ഷണൽ ഒരു പാത്വേ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്നൊരു കണക്ടിവിറ്റി ഒരു ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് റെഡ് കളറിൽ. പ്രോ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ് ആണ്. അതിൽ ലെഫ്റ്റ് സൈഡിൽ ബ്ലൂ കളറിൽ ആന്റി ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ്. ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് വെച്ചാൽ അത് ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. പക്ഷെ ഒരു ലീക്കി കെട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രോ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റമാണ്. നമുക്ക് കോഡ് ഉണ്ടോ? ഒരാഴ്ച കൊണ്ട് നമ്മളുടെ വൈറ്റ് ആൻഡ് റെഡ് കോർപ്പസൽസ് ഐഡന്റിഫൈ ചെയ്യും നമ്മൾ ഇങ്ങനെ ഒരു ആന്റിബോഡി ഉണ്ടെന്ന്. അങ്ങനെ ആന്റിബോഡി ഉണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് രണ്ട് തരത്തിലുള്ള സൈറ്റോകൈൻസിലൂടെ അത് റെസിസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ആ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. പക്ഷെ ഒരു ലീക്കി കെട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റെഡ് റിവേഴ്സൽ വർക്ക് നടക്കുന്നു. കാരണം അവിടെ നമ്മുടെ ഒരു നെഗറ്റിവിറ്റി ഫോം ചെയ്യുകയാണ്. നമുക്ക് നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സിസ്റ്റം. അപ്പോൾ പലപ്പോഴും നമ്മൾ മരുന്ന് കഴിക്കുമ്പോഴും അത് പലപ്പോഴും ആ മരുന്നിന്റെ പാർശ്വഫലങ്ങൾ പലപ്പോഴും ഈ ലീക്കി ഗട്ടിനെ അഫക്റ്റഡ് ആകും.
അതേസമയം നോർമൽ ഗട്ട് ആണെങ്കിൽ നോക്കൂ, നീല കളർ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് എൻഡോക്രൈൻ സെൽ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെല്ലാണ്. അതിനകത്ത് സൈക്കോബയോട്ടിക്സും 2 തരമുണ്ട്, പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും. അപ്പൊ പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും സൈക്കോബയോട്ടിക്സിന്റെ പാർട്ടാണ്. അത് ഇൻപുട്ട് കൊടുത്ത് ഈ പറയുന്ന എൻഡോക്രൈൻ സെല്ല് വഴി നമുക്ക് കൊടുക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ് ആണ്. ദാറ്റ് ഇസ് ആൻ ഓട്ടോമാറ്റിക് സിസ്റ്റം. ഇതിനാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ സിസ്റ്റം എത്രമാത്രം ലൈവ് ആണോ അത്രമാത്രം നമ്മൾ സ്റ്റേബിൾ ആയിരിക്കും. നമ്മുടെ മെന്റൽ പവറും ഫിസിക്കൽ പവറും ഒരുപോലെ സ്റ്റേബിൾ ആയിരിക്കും. അപ്പൊ ഈ സ്റ്റെബിലിറ്റിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ പലപ്പോഴും നമുക്ക് ലീക്കി ഗട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഒരു മിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ, ഒരു ഡിസോർഡർ ഉണ്ടെങ്കിൽ, അവിടെ ഒരു പ്രോ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻ സിസ്റ്റം വരും. ആ സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ പലപ്പോഴും അതിന് കാരണമാകുന്നത് നമ്മുടെ സ്ട്രെസ്സാണ്. വയറിന് സുഖമില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. നമ്മുടെ ശരീരം, അത് വയറിന്റെ ഏരിയ അല്ലെങ്കിൽ ഈ ഗട്ട് ഏരിയ, ഗട്ട് ആക്സിസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, തീർച്ചയായിട്ടും ഒരു സ്ട്രെസ്സിന്റെ തല നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ റീസൺസ് ഇങ്ങനെയാണ്. അപ്പൊ ഈ ഒരു സിസ്റ്റമാണ് പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അറിവുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പരിജ്ഞാനം പലപ്പോഴും നമ്മളെ കൂടുതൽ വ്യക്തിപരമായി സ്നേഹിക്കാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. HP ആക്സിസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇങ്ങനെയാണ് HP ആക്സിസ് വർക്ക് ചെയ്യുന്നത്. നോർമൽ കേസിൽ ഹൈപ്പോതലാമസ് CRH ഉണ്ടാകും. ഇതൊരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിറ്റുവേഷൻ ആണ്. ഇതെല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ഇവിടെ നിന്ന് അത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ACTH ഉണ്ടാകും. അവിടെ നമ്മൾ അടുത്ത ഗ്ലാൻഡിൽ നിന്ന് കോർട്ടിസോൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ ഇങ്ങനെയുള്ള ഹോർമോണുകൾ, ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാകും. ഇത് ഒരു മെറ്റാബോളിക് സിസ്റ്റത്തെ അഫക്റ്റഡ് ആക്കും. പക്ഷെ അത് ബാലൻസ്ഡാണെങ്കിൽ കുഴപ്പമില്ല. അവിടെ റിവേഴ്സ് റെഡ് കളറിലുള്ള 2 കോർട്ടിസോളിന്റെ 2 റിവേഴ്സ് പാത്വേ ഉണ്ട്. അപ്പോൾ നമ്മുടെ കോർട്ടിസോളിന്റെ ലെവല് നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ഉപയോഗിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെയാണ്. പക്ഷെ പലപ്പോഴും അത് നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള കേസിൽ അത് സ്ട്രെസ്സും ഇമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഒരു പ്രോബ്ലം ഉണ്ടാകും. പലപ്പോഴും അത് മെറ്റാബോളിക് ഇഫക്റ്റ് ഉണ്ടാകും. മെറ്റാബോളിക് ഇഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് പലപ്പോഴും എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് എനർജിക്ക് വേണ്ടിയാണ്. പക്ഷേ ഒരു സ്ട്രെസ് ഉണ്ടായാൽ ആ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിറ്റുവേഷനെ ഗെയിൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? പലപ്പോഴും ഈ മെറ്റാബോളിക് സിസ്റ്റത്തിൽ നിന്ന് എനർജി എടുക്കേണ്ടി വരും. അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ വളരെ അഡ്വേഴ്സ് ഉണ്ടാകും. പലപ്പോഴും ഒബിസിറ്റി ഉണ്ടാകാം, ടൈപ്പ് 2 ഡയബറ്റിക്സ് ഉണ്ടാക്കാം, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന എല്ലാത്തരം രോഗങ്ങളും ഉണ്ടാക്കാൻ ഈ സ്ട്രെസ് ലെവൽ. അതുകൊണ്ട് തന്നെയാണ് മെന്റൽ ഹെൽത്തിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെയാണ് സൈക്കോബയോട്ടിക് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന തലം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചത് സൈക്കോബയോട്ടിക് എന്താണ് എന്നുള്ളതാണ്. സൈക്കോബയോട്ടിക്സ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു നാച്ചുറൽ ആൾട്ടർനേറ്റീവ് ടു മെഡിസിനാണ്. നമ്മുടെ മെന്റൽ ഹെൽത്തോ കോഗ്നിഷൻ തെറാപ്പിയോ ഫിസിക്കൽ ഹെൽത്തിനോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പ്രോബയോട്ടിക്സ്, പ്രീബയോട്ടിക്സ് എന്നൊക്കെ പറയുന്ന സൈക്കോബയോട്ടിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇതൊരു ഓൾട്ടർനേറ്റീവ് ആണ് നാച്ചുറൽ മെഡിസിൻ. ഇതിന് പല ഘടകങ്ങളുണ്ട്. പ്രീ ആൻഡ് പ്രോബയോട്ടിക്സ് ആണ് സൈക്കോബയോട്ടിക്സിന്റെ തലമായിട്ട് വരുന്നത്. അതല്ലാതെ നമുക്കറിയാവുന്ന ആന്റിബയോട്ടിക്സ് ഉണ്ട്, സിങ്കോബയോട്ടിക്സ് ഉണ്ട്, പോസ്റ്റ് ബയോട്ടിക്സ്. ചിലതെല്ലാം പോസിറ്റീവാണ്, ചിലതെല്ലാം നെഗറ്റീവാണ്. എല്ലാ സിസ്റ്റവും നമുക്ക് ഗുണകരമാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലൈഫ് സ്റ്റൈൽ പലപ്പോഴും ഗുണകരമാകുന്നില്ല. നമ്മൾ ഉറക്കം കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ഒബിസിറ്റി വരാനുള്ള കാരണമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഫാറ്റ് കണ്ടന്റ് ആവശ്യത്തിൽ കൂടുതൽ ഉണ്ട് എന്ന് നമ്മുടെ ബ്രെയിനിനെ അറിയിക്കുന്ന ഹോർമോൺ, ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പൊ ഇങ്ങനെയുള്ള റം സ്ലീപ്പിലാണ് അത് കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ റം സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിന്റെ അവസാന ഏരിയ. ആ ഉറക്കത്തിന്റെ അവസാന ഏരിയ ഒന്നും നമുക്ക് കിട്ടത്തില്ല. കുറച്ചു നേരം ഉറങ്ങും, വീണ്ടും എഴുന്നേക്കും, വീണ്ടും ഉറങ്ങും. അങ്ങനെ വരുമ്പോൾ ഒരു നല്ല രീതിയിലുള്ള ഒരു കാം ആയിട്ടുള്ള ഒരു സ്ലീപ്പ് നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പറയുന്ന സിസ്റ്റം എല്ലാം ഫെയിൽ ആകും. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റത്തിൽ ബെറ്റർ ആയിട്ട് നിലനിർത്താൻ നമുക്ക് ഈ മൈക്രോബയോട്ടയൊക്കെ വളരെ ഉപകാരം. അതുപോലെ ഗട്ട് മൈക്രോബയോട്ട എന്ന് പറയുന്നത് മൈക്രോബ്സ്, ബാക്ടീരിയ ഉണ്ട്, ഫംഗി ഉണ്ട്, പ്രോട്ടോസ ഉണ്ട്, വൈറസ്. ഇത് ഹ്യൂമന്റെ ഇൻസൈഡിലുള്ള ഓർഗാനിസംസ് ആണ്.
ഇത് പലപ്പോഴും ഫ്രൈഡ് ഫുഡ്സ്, സിട്രസ് ഫ്രൂട്ട്സ്, ആർട്ടിഫിഷ്യൽ ഷുഗർ, അതുപോലെ ഫൈബർ കണ്ടന്റ് വളരെ കൂടുതൽ ഫൈബർ കണ്ടന്റ് ഉപയോഗിക്കുക. ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് അല്ല, കൂടുതൽ ഫൈബർ ഉപയോഗിക്കും, ബോഡിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാതെ വരും. അതുപോലെ കാബേജ് ആൻഡ് ഇറ്റ്സ് കസിൻസ്, അതുപോലെ ഫ്രക്ടോസ്, സ്പൈസി ഫുഡ്സ്, ഇതെല്ലാം പലപ്പോഴും ഇങ്ങനെയുള്ള മൈക്രോബയോട്ടയെ റെസിസ്റ്റ് ചെയ്യും, അതിന്റെ ഗ്രോത്തിനെ തടയും. അതുപോലെ ഇത് പലപ്പോഴും നമ്മളുടെ ആങ്സൈറ്റി, അതുപോലുള്ള ഡിപ്രഷൻ, ഇങ്ങനെയുള്ള സ്ട്രെസ് ലെവലുകളെ ഡയറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യാൻ സാധിക്കാതെ വരുന്ന റിസോഴ്സ്, അല്ലെങ്കിൽ റെസിലിയൻസ്, സ്ട്രെസ് റെസിലിയൻസ് നമുക്ക് വേണ്ട ഇതിൽ തരാൻ സഹായിക്കത്തില്ല. പക്ഷെ ഗട്ട് ബാക്ടീരിയ നോർമൽ ലെവലാണെങ്കിൽ, ബാലൻസ് ലെവലാണെങ്കിൽ അതെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതുപോലെ ഔട്ട് ഓഫ് വെജിറ്റബിൾസ്, ലെഗ്യൂംസ്, അതുപോലെ അങ്ങനെയുള്ള ഈ ബയോടെക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ മൈക്രോബയോടെക് ഇഷ്ടമുള്ള ഫുഡുകൾ എപ്പോഴും കഴിക്കുന്നത്, പയർവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, ഇതെല്ലാം കഴിക്കുന്നതല്ല, ബെറി ഐറ്റംസ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴിക്കുന്നത് നന്നായിരിക്കും. ഹ്യൂമൻ ബോഡിക്ക് 2 തരം ബ്രെയിൻ ഉണ്ട്. അതിലൊന്ന് നമ്മൾ സാധാരണ ഹെഡിലുള്ള ബ്രെയിൻ, മറ്റേ ബ്രെയിൻ ഗട്ട് ബ്രെയിൻ ആണ്. സയാമീസ് ഇരട്ടകളെ പോലെ പരസ്പരം ഒരു തൂവൽ പക്ഷികളെ പോലെ പോകും. ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്ന വഗസ് നെർവിനോട് കൂടിയുള്ള ഒരു ബയോളജിക്കൽ ബ്രിഡ്ജ് തന്നെ ഇത് തമ്മിലുണ്ട്. അതുകൊണ്ട് ഇത് തമ്മിൽ എപ്പോഴും കണക്റ്റഡ് ആണ്. അതിന്റെ റീസൺസ് ഇങ്ങനെയാണ് പറയുന്നത്. ഒരു ബ്രെയിൻ അപ്സെറ്റ് ആയാൽ നാച്ചുറലി മറ്റേ ബ്രെയിനും അപ്സെറ്റ് ആകാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. അതുപോലെ അബ്നോമിനൽ ആയിട്ട് പെയിന്, കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ, ബ്ലോട്ടിംഗ്, അതുപോലെ IBS, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, അതുപോലെ അത് ഗട്ടുമായിട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള എല്ലാം ആങ്സൈറ്റി, ഡിപ്രഷനെ, അങ്ങനെയുള്ള പ്രോബ്ലംസിനെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗട്ടിന്റെ ഹെൽത്ത് ബ്രെയിനിന്റെ ഹെൽത്തുമായിട്ട് എപ്പോഴും കണക്റ്റഡ്. മൈക്രോബയോംസ് ഒരു കോളനൈസ്ഡ് ഏരിയ ആണ്, ഓർഗാനിസംസ് ആണ്. 100 ഇരട്ടിയോളം അല്ലെങ്കിൽ 200 ഇരട്ടിയോളം ഹ്യൂമൻ സെൽസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. മെജോറിറ്റി ഗട്ടാക്സ് ആണ് ശരീരത്തിൽ എല്ലായിടത്തും വായിപ്പിക്കുന്നത്. ശരീരത്തിൽ മാത്രമല്ല, ഇങ്ങനെ ഓർഗാനിസംസ് ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളിലും ഇങ്ങനത്തെ ഓർഗാനിസംസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ പോലും അങ്ങനെയാണ്. നമ്മുടെ വയറ്റിലുള്ള ഓർഗാനിസംസിന് ഇഷ്ടമുള്ള ഫുഡുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ പൂച്ച എന്തിനാണ് എലിയെ പിടിക്കുന്നു എന്ന് ചോദിച്ചാൽ, പൂച്ചയുടെ വയറ്റിലുള്ള ഇതുപോലത്തെ മൈക്രോ ഓർഗാനിസത്തിന് ആവശ്യമുള്ള ഫുഡ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫുഡിന്റെ ടേസ്റ്റുകൾ അല്ലെങ്കിൽ ആ മെറ്റീരിയൽസ്, ആ ഓർഗാനിസംസ് എലിയിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ സൈക്കിൾ പോലും നമ്മളൊരു ഒരു സൈക്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഫുഡ് സൈക്കിൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഫുഡ് സൈക്കിളിലെല്ലാം ഇങ്ങനെയുള്ള ഒരു ഓർഗാനിസത്തിന്റെ ഒരു സൈക്കിൾ തന്നെ ഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ സ്റ്റഡികൾ. അതുപോലെ ഹിപ്പോക്രാറ്റ്സ് BC 370 തന്നെ പറഞ്ഞിട്ടുണ്ട്, ഓൾ ഡിസീസ് ബിഗിൻസ് വിത്ത് ഗട്ട്. ഇവിടെ ഗട്ടിലുള്ള മൈക്രോബയോംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ സ്റ്റഡികൾ വളരെ കുറച്ച് കാലങ്ങളെ അതിനെക്കുറിച്ചുള്ള സ്റ്റഡികൾ വരുന്നുള്ളൂ. വളരെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡി ആയിട്ട് ഇപ്പോൾ നിലനിൽക്കും. കൈഷു യൂണിവേഴ്സിറ്റിയിൽ നടന്ന ചില സ്റ്റഡികൾ, റാറ്റുകൾ നടന്ന സ്റ്റഡികൾ, അവിടെ ഫ്രീ ജെയിംസ് ഉള്ള റാറ്റുകളും ഫ്രീ ജെയിംസ് ഇല്ലാത്ത അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള റാറ്റുകളും തമ്മിലുള്ള പരീക്ഷണങ്ങൾ, അവിടെ മൈക്രോബയോംസിന്റെ ഇഫക്റ്റ് എങ്ങനെയാണ്, അതിന്റെ സ്ട്രെസ് ലെവലിനെ അഫക്റ്റഡ് ആകുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ ചില ബാക്ടീരിയകൾ, എഫിഡോ ബാക്ടീരിയം, ഇത് അവിടെ അതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജെയിംസ് ഫ്രീ ആയിട്ടുള്ള മൈസിൽ, റാറ്റുകളിൽ അപ്ലൈ ചെയ്താൽ ആ റാറ്റിൽ സ്ട്രെസ് ലെവല് മാറുന്നതായി കാണുന്നു. അതുപോലെ ചില റാറ്റുകളിൽ നിന്ന് എടുത്ത മൈക്രോബയോംസ് കുത്തിവെച്ച് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ജെയിംസ് ഫ്രീ ആയിട്ടുള്ള റാറ്റുകളിലും ആ ചേഞ്ചസ്, ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്. അങ്ങനെ ഇത് പ്രോബയോട്ടിക്സിന്റെ പോസിബിലിറ്റീസ് ഇന്ന് പുതിയ മോഡേൺ സയൻസിൽ വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ ഇങ്ങനെയുള്ള സ്റ്റഡികൾ നടന്നിട്ടുണ്ട്. അതുപോലെ ന്യൂട്രോപിക്സ് എന്ന് പറയുന്ന സ്മാർട്ട് ഡ്രഗ്സ്. These are smart drugs, a class of substance that can boost brain performance. നെറ്റിലടിച്ച് നോക്കിയാൽ കാണാം, ന്യൂട്രോപിക്സ് എന്ന് പറയുന്ന സ്മാർട്ട് ഡ്രഗ്സ്. ഇത് മൈക്രോബയോട്ടയെ ഇംപ്രൂവ് ചെയ്യുന്നതാണ്. തന്നെയുമല്ല, ബ്രെയിനിന്റെ സ്റ്റിമുലേഷൻസ് കൂട്ടും, മെമ്മറി ഇംപ്രൂവ് ചെയ്യും, കോഗ്നിറ്റീവ് ഇഫക്റ്റ് കൂട്ടും. ഇങ്ങനെയുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ബ്രെയിൻ ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യുന്ന പുതിയ ഒരു സ്മാർട്ട് ഡ്രഗ്സ്. പക്ഷെ ഇത് സ്വീകരിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഇതിന്റെ സ്റ്റഡികളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം സ്വീകരിക്കാൻ. ഇതൊക്കെ നെറ്റിൽ അവൈലബിൾ. അതുപോലെ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് നമ്മൾ പറഞ്ഞു, ഹൈപ്പോതലാമസുമായിട്ട് ബന്ധപ്പെട്ട്, അഡ്രിനാലിൻ ഗ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി, അഡ്രിനാലിൻ HPA ആക്സിസ് എന്ന് പറയുന്ന ഒരു ആക്സിസ് ഉണ്ട്.
സിമ്പത്തറ്റിക്, പാരാസിമ്പത്തറ്റിക്, അതുപോലെ ഓട്ടോണമസ് നെർവ് സിസ്റ്റം, അതുപോലെ എൻട്രിക് നെർവ് സിസ്റ്റം. എൻട്രിക് നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് കണക്റ്റാണ്. ഇതിനെ കണക്ട് ചെയ്യുന്ന വാഗസ് നെർവിന്റെ ഒരു കണക്ഷനാണ് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്നത്. പിന്നെ ആക്സിസിനെ കുറിച്ച് നമ്മൾ വീണ്ടും പഠിച്ചിരുന്നു. ബ്രെയിനിൽ നിന്ന് ഗട്ടിലേക്ക് കൊടുക്കുന്ന മൊബിലിറ്റി, സെക്രേഷൻ, മൈക്രോബയോംസ്, ന്യൂട്രിയൻ ഡെലിവറി, അപ്പോൾ മെറ്റാബോളിസത്തേക്ക് ഇംപ്രൂവ് ചെയ്യുന്ന കുറെ സിഗ്നൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഗട്ടിൽ നിന്ന് ബ്രെയിനിലേക്ക് പോകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ, ഞാൻ പറഞ്ഞു സെറട്ടോണിന്റെ ഒക്കെ ഡെവലപ്മെന്റ് കൂടുതലും ഗട്ട് ബ്രെയിനിൽ തന്നെയാണ്. മൂഡ് ഹോർമോൺസ്, അതുപോലെ സ്ട്രെസ് ഹോർമോൺസ്, ആങ്സൈറ്റി, ബിഹേവിയർ നമ്മൾ ആദ്യം കണ്ടു. ലീക്കി ഗട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ HPA ആക്സിസ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതൊരു സ്ട്രെസ് ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആക്സിസ് ആണ്. സ്ട്രെസ് ഹോർമോൺസ് കൂടി അതൊരു ഫീഡ്ബാക്കിൽ നിലനിൽക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഓട്ടോ ഇമ്യൂൺ സിസ്റ്റത്തിലേക്ക് വരാതെ വരുമ്പോൾ പലപ്പോഴും നമ്മുടെ നോർമൽ സിസ്റ്റത്തെ ബാധിക്കും. അതുപോലെ ബയോളജിക്കൽ ബ്രിഡ്ജായ വാഗസ് നെർവിനെ കുറിച്ച് നമ്മൾ ബൈഡയറക്ഷണൽ ട്രാവലാണ്. ഇതൊരു ട്രാൻസിറ്റ്, ഗട്ടും ബ്രെയിനും നമ്മുടെ ട്രാൻസിറ്റ് വളരെ പോസിറ്റീവ് ആകുന്ന ഒരു സൂപ്പർ ഹൈവേ ആണ്. ഈ ഹൈവേ ബ്ലോക്ക്ഡ് ആണെങ്കിൽ പലപ്പോഴും ഇത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻസ് ഡൗൺ ആകും. നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. പിന്നെ ലീക്കി ഗട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പലതരത്തിലുള്ള ബാഡ് ബാക്ടീരിയസ്, അൺഡൈജസ്റ്റഡ് ഫുഡ്, ഇതെല്ലാം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ നോർമൽ പോസിറ്റീവ് സിസ്റ്റത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഈവൻ ചെറിയ ഹോളിൽ കൂടെ പോലും ഈ പറയുന്ന ഹാംഫുൾ സബ്സ്റ്റൻസ് ഈ പറയുന്ന ബ്ലഡ് വെസൽസിലേക്ക്, അല്ലെങ്കിൽ ബ്ലഡ് ബാരിയറിലേക്ക് കടന്നു പോകാനുള്ള സാധ്യത. അതുകൊണ്ട് അങ്ങനെയുള്ള സിസ്റ്റം വളരെയധികം ശ്രദ്ധിക്കണം. പലപ്പോഴും കോർട്ടിസോൾ അല്ലെങ്കിൽ സ്ട്രെസ് ലെവല് നമ്മുടെ ഈ ലീക്കി ഗട്ടിനെ പലപ്പോഴും അഫക്ട് ചെയ്യാറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. പിന്നെ 3 തരത്തിലുള്ള ആക്സിസുകളാണ്: HPA ആക്സിസ്, HPG ആക്സിസ് ആൻഡ് HPT ആക്സിസ്. അതിൽ HPA ആക്സിസ് നമ്മൾ പറഞ്ഞു സ്ട്രെസ്സുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. HPG ആക്സിസ് എന്ന് പറയുന്നത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെങ്കിൽ അതിന്റെ ഹോർമോൺസുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. പക്ഷെ റീപ്രൊഡക്ഷൻ സിസ്റ്റത്തിന് വേണ്ടിയല്ല, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സിസ്റ്റത്തെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ പോസിറ്റീവുള്ള ഹോർമോൺസ് ആണ്. അവർ HPT ആക്സിസ് തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ആക്സിസും ഉണ്ട്. ഇതൊന്നുമല്ലാതെ ഹൈപ്പോതലാമസും സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ആക്സിസ് ഉണ്ട്. ബ്രെയിൻ സ്കിൻ ആക്സിസും കൂടെ നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. ഈ ആക്സിസുകളെല്ലാം നമ്മുടെ ഓരോ പ്രോസസ്സിനെയും വളരെ ക്രിയേറ്റീവായിട്ട് നിലനിർത്തും. അതുപോലെ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്സിസ് ഉണ്ട് പറഞ്ഞു, HPT ആക്സിസ്. അതുപോലെ തന്നെ HPG ആക്സിസ് നമുക്ക് ലൈവ് ആണ്. ഇതെല്ലാമാണ് സൈക്കോബയോട്ടിക്. പ്രീ ആൻഡ് പ്രോബയോട്ടിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഗട്ടിലുള്ള ഓർഗാനിസത്തെ കൂടുതൽ ബെറ്റർ ആക്കിക്കൊണ്ട് നമ്മളുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് സൈക്കോബയോട്ടിക് എന്ന് പറയുന്നത്. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള സൈക്കോബയോട്ടിക് ഫുഡ്സ് ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈവൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്ത്, പ്രൊവൈഡഡ് നമുക്ക് ആവശ്യത്തിന് ഫാറ്റ് ഉണ്ടെങ്കിൽ, നമ്മുടെ വെയിറ്റ് ലോസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണിത്. അപ്പൊ ഇങ്ങനെയുള്ള സിസ്റ്റത്തെയൊക്കെ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ പൊതുസമൂഹം വളരെ അധികം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈക്കോബയോട്ടിക്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ അറിവുകൾ വെച്ച് ഞാൻ പറയാം. Okay, thank you and thank you very much. Sir, I'm Shubhanjali. Yes, ma'am. Yeah, it was a nice session, very informative. Thank you for that. Sir, you mentioned about intestinal microbiomes influence stress in the brain. I agree. But actually it happens vice versa situations also. Stress and anxiety leads to either loss of appetite or sometimes over intake of food also. My question is, for curing mental illness, either minor or major, how big is this nutritional balance cures such mental illnesses more than the medicines? I mean, without any medicine, can it be cured? നമ്മുടെ സിസ്റ്റം ഓക്കെ ആണെങ്കിൽ, സപ്പോസ് നമ്മുടെ സിസ്റ്റം ഓക്കെ ആണെന്ന് വിചാരിക്കുക, നമ്മുടെ സെൽസ് ഗട്ടി ലീക്കി ഗട്ട്സ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരു അവയർനെസിന്റെ തലത്തിൽ നിന്നുകൊണ്ട്
എന്നുവെച്ചാൽ ഫുഡ് കഴിക്കേണ്ടതെന്ന് അർത്ഥമില്ലല്ലോ. ഫുഡ് നമ്മൾ കഴിക്കണം, പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ നമ്മളുടെ സിസ്റ്റത്തിന് നല്ലതാണോ ഇല്ലയോ എന്ന് ഒരു തിരിച്ചറിവോടെ കഴിച്ചാൽ പലപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകാം. പക്ഷെ നമുക്ക് നേരത്തെ പറഞ്ഞു നോർമൽ സിസ്റ്റത്തിൽ എന്ന് വെച്ചാൽ ഒരു ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അതിനെ മെച്ചുവർ അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്കുണ്ട്. അപ്പൊ ആ സിസ്റ്റം വളരെ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ടോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മെത്തേഡുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അതുപോലുള്ള സാഹചര്യങ്ങൾ കൊണ്ടോ ഈവൻ ഫുഡ് ഹാബിറ്റ് കൊണ്ടോ പലപ്പോഴും ഇങ്ങനെയുള്ള സിറ്റുവേഷനെ നമുക്ക് തടയാൻ പറ്റാതെ വരും, അല്ലെങ്കിൽ നമ്മൾ ആ തിരിച്ചറിവില്ലാതെ വരും. നമ്മുടെ രോഗങ്ങളെല്ലാം പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ തിരിച്ചറിവ്. ഈവൻ ക്യാൻസർ പോലും അല്ലെ, ക്യാൻസർ സെൽസ് നമ്മുടെ എല്ലാ ബോഡിയിലും ക്യാൻസർ സെൽസ് ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ ക്യാൻസർ ഒരു പരിധിയിലധികം കൂടുന്നതിന്റെ കാരണങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതൊക്കെ സ്ട്രെസ് ഒക്കെ അതിനൊരു റീസൺ തന്നെയാണ്. നമ്മൾ സൈക്കോസോമാറ്റിക് ഡിസീസ് എന്ന് പറയും. മെന്റൽ തലത്തിൽ നിന്നുകൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ തരം അസുഖങ്ങളും അത് നമ്മൾ അറിഞ്ഞ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അതറിയാൻ ഇങ്ങനെയുള്ള അവയർനെസ്സുകൾ എപ്പോഴും നല്ലതാണ്. അപ്പം മെഡിസിൻ വേണ്ട എന്ന് അർത്ഥമില്ല, പക്ഷെ മെഡിസിൻ കുറച്ചുകൊണ്ട് നാച്ചുറൽ മെഡിസിൻ ഫുഡ് തന്നെ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്ന നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ഇപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മുടെ ബോഡി എത്രമാത്രം അത് ബാലൻസ്ഡ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ബോഡി പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഫുഡ് ഒരിക്കലും ബാലൻസ്ഡ് അല്ല. നമുക്കറിയില്ല എന്ത് ഫുഡാണ് നമുക്ക് പോസിറ്റീവായിട്ട് കഴിക്കേണ്ടതെന്ന് പോലും നമുക്ക് പലപ്പോഴും അറിയത്തില്ല. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നോക്കട്ടെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കുന്നത്. നമുക്കറിയാം ഹോട്ടൽ ഫുഡ് പലപ്പോഴും സ്പൈസി ആണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ വയറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നാച്ചുറലി അത് എവിടെ ഉണ്ടാകും? അത് നമ്മുടെ ബ്രെയിനെ എഫക്ട് ചെയ്യും, നമ്മുടെ ബോഡിയിൽ എല്ലായിടത്തും എഫക്ട് ചെയ്യും. പക്ഷെ അതിന്റെ സിഗ്നൽ തരുന്ന ബ്രെയിൻ ആണ്. അപ്പോൾ വയറ്റിൽ എന്തെങ്കിലും പ്രോബ്ലം, സ്റ്റൊമക്കില് ഗട്ട് റിലേറ്റഡ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡയറക്ട്ലി വാഗസ് നെർവ് വഴി അതിന്റെ കണക്ടിവിറ്റി നേരെ ബ്രെയിനിൽ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഉണ്ടാകുന്നത് പലതരത്തിലുള്ള ഇമോഷണൽ കോൺഫ്ലിക്റ്റുകളാണ്. അവിടെയാണ് നമുക്ക് പ്രശ്നം. നമ്മൾ ഇമോഷൻ ആണെന്നാണ് വിചാരിക്കുന്നത്, പക്ഷെ സത്യത്തിൽ അത് ഇമോഷൻ ആകണമെന്നില്ല. നമ്മുടെ ഗട്ടിലുണ്ടാകുന്ന പ്രോബ്ലംസ് ആകാം. അപ്പൊ അതിന് നമുക്ക് പേടി വരുമ്പോൾ ആദ്യം നമ്മുടെ വയറാണ് ആദ്യം കാണുന്നത് അല്ലെ, വയറിലൊരു അബ്നോർമൽ സിറ്റുവേഷൻ ആണ് ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് നമ്മൾ അതിനെ ഈ പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ബാലൻസ് ചെയ്തു എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നു. എനിക്ക് ദേഷ്യം മാറി അല്ലെങ്കിൽ എന്റെ ആ ടെൻഷൻ മാറി എന്നൊക്കെ നമുക്ക് മിനിറ്റുകൾ കൊണ്ട് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഓട്ടോമാറ്റിക് സിസ്റ്റവും നമ്മുടെ ബോഡി ചെയ്തിരിക്കും. അപ്പൊ അത് ഒരു ശരിക്കും ഒരു സ്പിരിച്വൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്പിരിച്വൽ എന്ന അർത്ഥം നമ്മളിപ്പോ കാണുന്ന സ്പിരിച്വൽ അല്ല. നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുക, നമ്മളെ അറിഞ്ഞ് സ്നേഹിക്കുക, നമ്മൾ കഴിക്കുന്ന ഫുഡിനെ സ്നേഹിക്കുക, ഫുഡുകൾ ആവശ്യമുള്ളത് കഴിക്കുക, നമ്മൾ സംസാരിക്കുന്നത് നിയന്ത്രിക്കുക, നമ്മൾക്ക് ആരോടാണ് ദേഷ്യം എന്നുള്ളത്, എന്തുകൊണ്ടാണ് ആ ദേഷ്യം വരുന്നത് നിയന്ത്രിക്കുക. ഇങ്ങനെയുള്ള തലങ്ങളിൽ നിന്നുകൊണ്ട് ശ്രദ്ധയോടെ ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും മരുന്നില്ലാതെ അല്ലെങ്കിൽ ഭക്ഷണം ഔഷധമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സിസ്റ്റം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ ആ സിസ്റ്റത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ഹെൽത്തി എൻവയോൺമെന്റ് കൊടുത്തോണ്ട് ഒരു ന്യൂട്രീഷണൽ ബാലൻസ് കൊണ്ടുവന്നാൽ ശരിക്കും മെഡിസിൻസിന്റെ വലിയ ഉപയോഗം ഇല്ലാതെ തന്നെ കുറയ്ക്കാൻ പറ്റുമെന്നല്ലേ സാർ പറയുന്നത്? തീർച്ചയായും. നമ്മൾ ശ്രദ്ധിച്ചു നോക്കും, നമ്മൾ ഒത്തിരി പേര് ഇപ്പൊ ഈ കോവിഡ് വരുന്ന സമയത്ത് തന്നെ ആശുപത്രിയിൽ പോകാതെ മരുന്ന് കഴിക്കാതെ ഒരു വർഷക്കാലമൊക്കെ നിന്ന് ഒത്തിരി ആളുകൾ അവരെന്താണ് ഉണ്ട്. പക്ഷേ ഈ കോവിഡ് ഇല്ലാത്ത കാലഘട്ടത്തിൽ എന്ത് ചെറിയ പ്രശ്നം വരുമ്പോഴും ഹോസ്പിറ്റലിലേക്ക് ഓടി എത്ര രൂപയും മുടക്കാൻ നമ്മൾ തയ്യാറാകുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് പേടി കൊണ്ടായിരിക്കാം എങ്കിൽ പോലും നമുക്കങ്ങനെ നമ്മുടെ സിസ്റ്റം അത്ര ഇഫക്റ്റീവാണ്, പക്ഷെ നമ്മൾ അതിനെ വേണ്ട ഡ്യൂ റെസ്പെക്ട് കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രോബ്ലം. എൻവയോൺമെന്റ് ഇച്ചിരി സേഫർ ആയിട്ടുണ്ട്. എൻവയോൺമെന്റ് അല്ല, നമുക്ക് സേഫ് ആക്കാമല്ലോ. നമ്മുടെ എൻവയോൺമെന്റിന് എന്താ പ്രോബ്ലം? നമ്മൾ സേഫ് ആയിട്ട് എൻവയോൺമെന്റിനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധയോടെ നോക്കാം. നമുക്ക് ഉദാഹരണം എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നെറ്റിൽ ഒരു പടം, വാട്സപ്പിൽ ഒരു പടം കണ്ടു. ഡൽഹി ഏരിയ എന്ന് വെച്ചാൽ നമ്മുടെ കേരളം, സൗത്ത് ഇന്ത്യയില് ബാംഗ്ലൂര്, കേരളം, മദ്രാസ് ഇങ്ങനെയുള്ള ഏരിയ ഒഴിച്ച് ബാക്കിയുള്ള ഏരിയയും റെഡ് കളറിൽ മാർക്ക് ചെയ്ത് അത്രമാത്രം അഡ്വേഴ്സ് ആയിട്ടുള്ള ഹെൽത്ത് ഹസാർഡുള്ള പൊല്യൂട്ടഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണെന്ന് ഒരു സാറ്റലൈറ്റ് പിക്ചർ കണ്ടു. അത് തിരിച്ചറിയണം. അങ്ങനെയുള്ള സിസ്റ്റത്തിലേക്ക് മാറണം. നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുകളെ നമ്മുടെ എൻവയോൺമെന്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യും. നമ്മുടെ വീടിന് ചുറ്റും ചെടികൾ നടാനും ഇങ്ങനെയുള്ള സിസ്റ്റം ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. കേരളം കൂടുതൽ നല്ലതായിട്ട് നിലനിൽക്കുന്നത് അതുകൊണ്ടായിരിക്കാം.
പക്ഷെ ഇന്ന് സിസ്റ്റം മാറി മാറി വരുന്നു, നമ്മൾ തന്നെയാണ് ഉത്തരവാദി. Okay. Thank you, sir. എല്ലാം നമ്മുടെ കൺട്രോളിൽ തന്നെയാണ്, നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് കാരണം. Okay. താങ്ക് യു മാം. Thank you so much, sir. സർ, ഹാപ്പിനെസ് തരുന്ന ഫ്രൂട്ട്സ് ഫുഡിനെ കുറിച്ച് റിസർച്ച് ഉണ്ടോ സാറേ? ഇപ്പൊ ബനാനയൊക്കെ ഹാപ്പി ഫ്രൂട്ടാന്ന് പറയുമല്ലോ സാറേ. അപ്പൊ അങ്ങനെ കുറെ ഫുഡ്സ് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ടോ നമുക്ക് ഹാപ്പിനെസ് അങ്ങനെ തരാം? അങ്ങനെ ഏതെങ്കിലും ഫുഡ് റിസർച്ച് അങ്ങനെ ഐറ്റംസ് എന്തെങ്കിലും അങ്ങനെ? ഉണ്ട് സാർ, ഉണ്ട് സാർ, തീർച്ചയായും ഉണ്ട്. ഈ കീറ്റോ ഫുഡ് എന്ന് പറഞ്ഞൊരു തലം ഉണ്ടല്ലോ, കീറ്റോ എനർജി കിട്ടുന്ന തരത്തിലുള്ള ഫുഡുകൾ ഉപയോഗിക്കാൻ പറയത്തില്ലേ. ഈ ഫുഡുകളെ കുറിച്ചൊക്കെ ഇപ്പൊ നമ്മള് ഷുഗറും വന്ന് പ്രഷറും വന്ന് കൊളസ്ട്രോളും വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. ഇത്ര കാലമൊന്നും ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലല്ലോ. ഇതെല്ലാം നമ്മുടെ ചുറ്റുപാടുകളാണ്, പ്രത്യേകിച്ച് കേരളം ഇങ്ങനെയുള്ള റിച്ച് ഫുഡ്സ് ആണ് അല്ലേ. നമ്മുടെ ചുറ്റുമുള്ള ഈവൻ പപ്പായ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ കഴിക്കാറില്ലല്ലോ. അതിനൊന്നും ഒരു വിലയില്ല, കറക്റ്റ് പറഞ്ഞ വാക്കതാണ്. അപ്പൊ ഇതെല്ലാം അതിലെ നമ്മള് ചിക്കൻ ഗുനിയ വന്നപ്പോ പപ്പായ വളരെ ഇഫക്റ്റീവ് ആയിരുന്നു. അല്ലെങ്കിൽ എന്തോരം ഏരിയകളുണ്ട് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ നാട്ടിലെ എൻവയോൺമെന്റിൽ എല്ലാം കഴിക്കാൻ പറ്റുന്ന ഫുഡുകൾ തന്നെയാണ്. വളരെ കുറച്ച് മാത്രമേ ഇല്ലാത്തുള്ളൂ. പക്ഷെ ചീര, നമ്മുടെ ചീരകൾ വീട്ടിൽ തൊടികളിലുണ്ടാകുന്ന ചീരകൾ നമ്മൾ കഴിക്കാറില്ലല്ലോ, നമ്മൾ പേടിയാണ്. കാരണം അതിനകത്ത് എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടാകുമോ, അതിനേക്കാളും ഒക്കെ അധികം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ ചുറ്റുപാടുകളെ പേടിക്കുന്നു. അപ്പൊ ഹാപ്പി ഫുഡ്സ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളുടെ ശരീരത്തിൽ ഫാറ്റിനെയും ഈ പറയുന്ന ലൈഫ് സ്റ്റൈലിലായിട്ട് വരുന്ന പ്രോബ്ലത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന എക്സസ് ഫാറ്റിനെ കളയുന്നതെല്ലാം ഹാപ്പി ഫ്രൂട്ട്സിന്റെ പേരിൽ പെടുത്താമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എക്സസ് ഫാറ്റ് കളയുന്നത്. ഓക്കെ, അതുപോലെ സാറേ ഗട്ട് ലീക്ക് പറഞ്ഞല്ലോ സാറേ, ഗട്ട് ലീക്ക്. അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മുടെ എപ്പിത്തീലിയൽ സെൽ, നമ്മുടെ ഗട്ട് വാൾസ് എപ്പോഴും റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, അപ്പൊ അങ്ങനെ ഒരു ലീക്കിന്റെ സാധ്യത ഓക്കെ സാർ. അല്ല, അത് വരുന്നതാണ്. നമ്മൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ എന്ന് വെച്ചാൽ ഈ പറയുന്ന സ്ട്രെസ് ഹോർമോണിന്റെ സൗണ്ട് തീരെ കുറവാണ്. സൗണ്ട് കുറവാണ്. ജോർജ് സാറ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, സാറിന്റെ കുഴപ്പമാണോ? സൗണ്ട് തീരെ കുറവാണ് സാറേ. ഉണ്ട് സാർ, ഇവിടെ സാറിന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും ആണോ? ഒന്നും കുഴപ്പമില്ല, നല്ല സൗണ്ട് ഉണ്ടല്ലോ. സാറിന്റെ സിസ്റ്റത്തിൽ വന്നായിരിക്കും. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ ഈ സ്ട്രെസ് റിലീസ് ചെയ്യുന്നതിനും ഒക്കെ നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഇപ്പൊ മറ്റേ സ്റ്റീറോയിഡ് കുറയ്ക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഗട്ട് ബ്രെയിനില് ഈ കാര്യങ്ങൾ ബ്രെയിനിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒള്ളി വാഗസ് നെർവ് വഴി മാത്രമാണ്, അതെയോ മറ്റേ നെർവുകളൊക്കെ ഉപയോഗിക്കും? അല്ല സാറേ, ഗട്ടും ബ്രെയിനും തമ്മിലുള്ളത് വാഗസ് നെർവാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. വാഗസ് നെർവ് എന്ന് വെച്ചാൽ ശരീരത്തിലെ ബ്രെയിനിൽ നിന്ന് എല്ലാ പ്രധാനപ്പെട്ട അവയവങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്, ഒരു സൂപ്പർ ഹൈവേ ആണ്. അപ്പൊ ഗട്ടിൽ ഉണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളും വാഗസ് നെർവ് തന്നെയാണ് ആദ്യം സെൻസ് ചെയ്യുന്നത്, ബാക്കിയെല്ലാം സ്പൈനലാണ്, സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇൻ അഡീഷൻ ടു ദി മറ്റു ഹോർമോൺ ഇതുണ്ടല്ലോ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഡോപ്പമിൻ, സീറോട്ടോണിൻ ഒക്കെ അഡീഷണൽ ആയിട്ടാണ് ഈ ഗട്ടിൽ നിന്ന് വരുന്ന ഈ പറയുന്ന കാര്യങ്ങൾ ആക്റ്റീവ് ചെയ്യുന്നത് അല്ലേ? ന്യൂറോ ട്രാൻസ്മിറ്ററിലെ സെറട്ടോണിൻ ആണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സെറട്ടോണിൻ ശാന്തനാക്കാൻ, സ്ട്രെസ് റെസിലിയൻസ് തരുന്നതാണ് സെറട്ടോണിൻ. ശാന്തനാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് സെറട്ടോണിൻ. അപ്പൊ ഈ ഗട്ട് ലെവലിൽ നിന്ന് 90% ഡെവലപ്പ് ചെയ്യും. അല്ല, അതിങ്ങനെ സാറേ, നമ്മൾ പറഞ്ഞേക്കണേ ആപ്പ് ന്യൂക്ലിയസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഫ്രോണ്ടൽ കോർട്ടെക്സ് ഇങ്ങനെയുള്ള 5 ഭാഗങ്ങളിലേക്കല്ലേ പോകുന്നത്. മറ്റേ ബേസൽ ഗാംഗ്ലിയ അല്ല, ഈ പറയുന്ന സീറോട്ടോൺ സാർ അതെന്താന്ന് വെച്ചാൽ അവിടെ നിന്നാണ് കൺട്രോൾ കൊടുക്കുന്നത്. ഈ പറയുന്ന ആ ന്യൂറൽ സെന്റർ VAT എന്ന് പറയുന്ന സെന്ററിൽ നിന്നാണ് സെറോട്ടോണിൻ ഡെവലപ്പ് ചെയ്യാനുള്ള കൺട്രോൾ കൊടുക്കുന്നത് അവിടുന്ന്. പക്ഷെ ഡെവലപ്പ് ചെയ്യുന്നത് 90% ബ്രെയിനിൽ നിന്നാണ്, സോറി ഗട്ടിൽ നിന്നാണ്. പക്ഷെ ഡോപ്പമൈൻ അങ്ങനെയല്ല, ഡോപ്പമൈൻ ബ്രെയിനിൽ തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ബ്രെയിനാണെന്ന് പറയുന്നത്. ഡോപ്പമൈൻ സന്തോഷത്തിന്റെ ഹോർമോണാണ്, ഏറ്റവും കൂടുതൽ ഏരിയ അതാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഗട്ടിൽ ലീക്ക് ഉണ്ടെങ്കിൽ പലപ്പോഴും ഈ സെറട്ടോണിന്റെ സപ്ലൈ ഒന്നുമില്ല. സെറട്ടോണിൻ സപ്ലൈ ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് ശാന്തമാകാൻ പറ്റത്തില്ല, നമ്മളെപ്പോഴും ടെൻസ്ഡ് ആയിരിക്കും, സ്ട്രെസ്ഡ് ആയിരിക്കും. ഓക്കെ സാറേ, ഗട്ട് മൈക്രോബ്സ് ഇഷ്ടമുള്ള ഫുഡാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതെന്ന് സാറ് പറഞ്ഞു. അപ്പൊ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ ഈ ഗട്ടിന്റെ മൈക്രോബ് അതിന്റെ ഇത് ചേഞ്ച് ആയിട്ടുണ്ടാവോ സാറേ? അവർക്ക് കൂടുതൽ ഇഷ്ടം വേറെ ഫുഡുകളല്ലേ? അപ്പൊ നോർമലി അപ്പൊ മൈക്രോബ്സിന് വല്ല ചേഞ്ച് വന്നിട്ടായിരിക്കും അവരുടെ ഇഷ്ടം? അങ്ങനെയല്ല സാറേ, അതിപ്പം ഈ ഫുഡ് തരുന്നുണ്ടെങ്കിൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇഷ്ടമായി പോകും.
അപ്പൊ നമുക്ക് ഈ ഫുഡ് മാത്രം കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും മോശമായതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അതങ്ങനെ ഒരു സിസ്റ്റം നമുക്കുണ്ടല്ലോ, വേറെ മാർഗമില്ലല്ലോ. നമ്മൾ കഴിക്കാൻ ഇഷ്ടമുള്ള, പിന്നെ ഇതിനൊക്കെ മ്യൂട്ടേഷൻസ് ഉണ്ടാകാം. നമ്മൾ കഴിക്കുന്ന ഈ ഫുഡിൽ കഴിക്കുന്ന ഓരോ ഈ പറയുന്ന എലമെന്റും നമ്മളുടെ ജനറ്റിക്കൽ മ്യൂട്ടേഷൻസ് ഉണ്ടാക്കാം. അപ്പൊ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗട്ടിന്റെ നല്ല ബാക്ടീരിയ മാത്രമല്ല, ചീത്ത ബാക്ടീരിയ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പൊ ഇതിനൊക്കെ മ്യൂട്ടേഷൻ സംഭവിക്കാം. തീർച്ചയായിട്ടും ഒരു നല്ല ചോദ്യമാണ് സാറ്. യെസ് തീർച്ചയായും സാർ, ഈ സ്പോർട്സ്മാൻമാരെ ഈ മറ്റേ ഉത്തേജക മരുന്ന് കഴിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ എനർജി ഉണ്ടാവുന്നല്ലേ പറയുന്നത്? സാർ അത് ഹോർമോണിയാ ബാധിക്കുന്നത് ശരിക്കും. ടോപ്പമിന കൂടും, വർദ്ധിക്കും. പിന്നെ അതുകൂടാതെ എന്താണ് സാർ അത് കൊടുക്കുന്ന ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന ഹോർമോൺ, അതിന്റെ സിന്തറ്റിക് സാധനമാണ് നമ്മുടെ ഡോസ് ആയിട്ട് കൊടുക്കുന്നത് അവിടെ. അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞാൽ അതെന്ന് വെച്ചാൽ ശരീരത്തിന് ഊർജം കൊടുക്കുന്നതാണ്. അത് കേവലം ഒരു സെക്സ് ഹോർമോൺ എന്ന തലത്തിൽ ചിന്തിക്കരുത്. ഞാനത് HPG ആക്സിസിന്റെ ക്ലാസ് വരുമ്പോൾ അത് വളരെ രസകരമായ ഒരു ടോപ്പിക്കാണ്. ലേഡീസിന്റെ ഹോർമോൺ ആണെങ്കിലും മെയിൽ ഹോർമോൺ ആണെങ്കിലും രണ്ടിന്റെയും ഈ ഹോർമോൺ എന്ന് പറയുന്നത് ഈ റീപ്രൊഡക്റ്റീവ് ഹോർമോൺ എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ മാത്രമല്ല, ശരീരത്തിലെ എല്ലാ ഫങ്ഷൻസും നടത്തുന്നതാണ്. അപ്പൊ ടെസ്റ്റോസ്റ്ററോൺ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുണ്ട്. പുരുഷന്മാർക്ക് കൂടുതലുണ്ട്, കാരണം അവര് പൊതുവെ നമുക്കറിയാം കായികമായിട്ട് അവർ ചെയ്യുന്നത് പുരുഷന്മാരാണ്. അതുകൊണ്ട് തന്നെ അതൊരു ബയോളജിക്കൽ സിസ്റ്റമാണ്. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കതിന് ആൻസർ പറയാൻ പറ്റത്തില്ല. അത് പിന്നീട് ദോഷം ചെയ്യല്ലേ അവർക്കല്ലേ? പിന്നെ ദോഷം കൂടുതലായി കഴിഞ്ഞാൽ ഒത്തിരി അബ്നോർമാലിറ്റീസ് വരും. ഇൻഹിബിഷൻ അത്യാവശ്യമാണ്. കൂടുതലായി കഴിഞ്ഞാൽ ആ ഹോർമോൺസ് കൂടുതലാകാൻ ഒത്തിരി സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ഫംഗ്ഷനെ ഒത്തിരി അത് അഫക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അതിന് ഇൻഹിബിറ്റേഴ്സിന്റെ ആവശ്യമുണ്ട്. നമ്മള് നോർമൽ ചിന്തിച്ചു, സെക്സിനോട് താല്പര്യമുള്ള ആളുകള് അവരൊരു നോർമൽ ലൈഫ് ഒരിക്കലും നയിക്കാൻ പറ്റത്തില്ല അവർക്ക്. അതിന്റെ അർത്ഥം ടെസ്റ്റോസ്റ്ററോൺ. അപ്പൊ ടെസ്റ്റോസ്റ്ററോൺ കൂടുന്നോ അല്ലെങ്കിൽ ഈസ്ട്രജൻ കൂടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അസോസിയേറ്റഡ് ആയിട്ട് ബോഡിയിൽ എല്ലാം പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ അത് ബോഡിയില് പോസിറ്റീവ്. അപ്പൊ ഈ പറയുന്ന കായിക താരങ്ങൾക്ക് കൊടുക്കുന്ന ടെസ്റ്റോസ്റ്ററോണിന്റെ നാച്ചുറൽ അല്ല, സിന്തറ്റിക്. നമുക്കറിയാമല്ലോ, മോർഫിൻ എന്ന് പറയുന്ന ഒരു മെഡിസിനെ കുറിച്ച് അറിയാലോ. അതിനേക്കാളും 20 ഇരട്ടി പവർഫുൾ ആണ് നമ്മളിലുള്ള എൻഡോർഫിൻ എന്ന് പറയുന്ന സാധനം. ഉത്തരമഞ്ഞന്റെ സയന്റിഫിക് നെയിം എന്താ? ഉത്തേജക മരുന്ന് എന്ന് പറയുന്ന സാധനം അതൊന്നും അറിയാതെ സാർ അതെനിക്ക് കാണാതെ കുഴപ്പമില്ല. നമ്മളത് പിന്നെ വേറൊന്ന് നമ്മളെ ഈ ഡോക്ടർമാര് പ്രിസ്ക്രൈബ് ചെയ്യാറില്ലേ ഈ മറ്റേ സാറിന് ഈ മെന്റൽ ആയിട്ട് ഡിസീഷനൊക്കെയാന്ന് തോന്നുന്നു, മറ്റേ ഈ മറ്റേ ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഇതില് ഒരു കറുപ്പ എന്താ അത് ന്യൂറോ ട്രാൻസ്മിറ്റർ സപ്ലൈസ് ആണ്, അഡിക്റ്റീവ്സ് ആണ്. ഡോപ്പമൈന്റെയും അതുപോലെ തന്നെ സെറട്ടോണിന്റെയും പ്രധാനമായിട്ടും അതിന്റെ അഡിക്റ്റീവ്സ് ആണ് കൊടുക്കുന്നത്. അത് ചുരുങ്ങിയ തോതിലേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അത്രയല്ലേ പറ്റുള്ളൂ. കുറയ്ക്കുകയും ചെയ്യാൻ മരുന്ന് കൊടുക്കാം, കൂട്ടാനും കുറയ്ക്കാനും. ഇപ്പൊ ഡോപ്പമൈൻ തീരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം ഡൗൺ ആയി പോകും. കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ നമ്മള് മൊബൈൽ കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഡോപ്പമൈൻ ആണ് ഉണ്ടാകുന്നത്, മദ്യപിച്ച ഡോപ്പമൈൻ ഉണ്ടാകുന്നത്, ഡ്രഗ്സ് കഴിച്ചാൽ ഡോപ്പമൈൻ. അത് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് ആന്റി ഡോപ്പമൈൻ സപ്ലൈ കൊടുക്കണം. ഡിപ്രസൻസ് എന്ന് പറയും, ആന്റി ഡിപ്രസൻസ് കൊടുക്കും. അതുപോലെ ടെസ്റ്റോസ്റ്ററോൺ കേട്ടില്ലല്ലോ സാർ, കേൾക്കുന്നില്ലല്ലോ, സൗണ്ട് ബ്രേക്ക് ആവും. സാർ അത് ടെസ്റ്റോസ്റ്ററോൺ സാറ് പറഞ്ഞല്ലോ 9-നും 10-നും ഇടയ്ക്ക് സാധാരണ ഒരു സെക്രീഷൻ ഉണ്ട്, അങ്ങനെ ഉണ്ടോ സാർ? അതൊരു പീരിയോഡിക് ആയിട്ട്? തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കില് സർക്കാഡിയൻ ഋതം എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്, സർക്കാഡിയൻ ഋതം. സർക്കാഡിയൻ ഋതത്തില് വളരെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. ഞാൻ നോക്കട്ടെ, ഒരു സെക്കൻഡ്, അതൊന്ന് കാണിച്ചു തരാമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലേബേഴ്സിന്റെ അവരിവരുടെയൊക്കെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ആ സമയങ്ങളിൽ നമുക്ക് കുറച്ചിത് ചെയ്യാമല്ലോ സാർ. അത് ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നമ്മളുടെ ശരീരത്തിൽ ഡിസ്ഫങ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് ഇത്. ഇപ്പൊ നോർമലി അതെല്ലാം നടന്നോളും, പക്ഷെ പലപ്പോഴും നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകാം. നമ്മുടെ ബോഡി പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ, സാർ ഇവിടെ കാണാമല്ലോ, സ്ക്രീൻ കാണാമല്ലോ അല്ലെ? ഹൈ അലേർട്ട്നെസ് 10 മണി എന്ന് എഴുതിയിരിക്കുന്നതാണ്. ഹൈ അലേർട്ട്നെസ് അതാണ് സർക്കാഡിയൻ ഋതം എന്ന് പറയുന്നത്. സർക്കാഡിയൻ ഋതത്തിലെ ടെസ്റ്റോസ്റ്ററോണിന്റെ ടൈമാണ് ഒരു ഡയഗ്രം. ഹൈ അലേർട്ട്നെസ് എന്ന് പറയുന്ന ആ ടൈം.
ഇവിടെ നോക്കി അറിയാം ഹൈ അലേർട്ട്നെസ്, ഹയസ്റ്റ് ടെസ്റ്റോസ്റ്റിൻ സെക്രേഷൻ 9 o'clock. അത് 10 മണിയാകുമ്പോൾ ഹൈ അലേർട്ട്നെസ് ആവും. എന്നുവെച്ചാൽ ആണുങ്ങൾ 10 മണിയാകുമ്പോൾ ജോലിക്ക് പോകണം. അതിനുള്ള ശക്തിയും പവറും തരുന്നത് ഈ ടെസ്റ്റോസ്റ്ററിൻ എന്ന് പറയുന്ന സെക്രേഷനാണ്, അല്ലാതെ അവിടെ സെക്സ് ആക്ടിവിറ്റിക്ക് വേണ്ടിയല്ല. സെക്സ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ളത് നോർമൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഡെവലപ്പ് ആയിക്കോളും. പക്ഷെ ഈ 9 മണിക്കും 10 മണിക്കും വരുന്ന ഈ ഏരിയ ഹൈ അലേർട്ട്നെസ്, ഈ ഹൈ അലേർട്ട്നെസ് കുറയുന്ന ഒരു സമയമുണ്ട്. ദാറ്റ് ഈസ് നൈറ്റ് വരെ പോകണ്ട, ഒരു ടൈമിംഗ് ഉണ്ട്, അതിനൊരു ടൈമിംഗ് ഉണ്ട്. സർക്കാഡിയൻ റിതത്തില് 6 മണിക്ക് മുമ്പ് റംസ്ലി ഓക്കെ, അതിനൊരു ടൈം ഉണ്ട്. ആ ടൈം ഞാൻ ഫാസ്റ്റസ്റ്റ് റിയാക്ഷൻ ടൈം 4 മണി 5 മണിയൊക്കെ, 6 മണിക്ക് മുമ്പ് അതിന്റെ ആ ലെവൽ കുറയും. അപ്പൊ ഇത് ഇതാണ് ടെസ്റ്റോസ്റ്ററിന്റെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം. ഇത് സ്ത്രീകൾക്കും ഉണ്ട് പുരുഷന്മാർക്കും ഉണ്ട്. അവർക്ക് അതിന്റെ ലെവൽ കുറവാണ്, പുരുഷന്മാർക്ക് ലെവൽ വളരെ കൂടുതൽ. യെസ്, താങ്ക് യു സർ. ഓക്കെ സാബു സാർ, സാറെടുത്ത ക്ലാസ് പൂർണ്ണമായി അങ്ങോട്ട് ദഹിക്കുന്നില്ല. നിസ്സാര കാര്യമല്ല, ഒന്നുകൂടെ ചെറുതാക്കി ജ്യൂസാക്കി മിക്സി അടിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ബയോട്ടിക് തലത്തിൽ നിന്നുകൊണ്ട് ആന്തരിക അവയവങ്ങളെ കുറിച്ചുള്ള ഒരു അവബോധം ഏകദേശം സാറ് പറഞ്ഞ ഏകദേശം 5 വർഷക്കാലമായിട്ട് ഇത് നടക്കുന്നു. പക്ഷെ ഹിപ്പോക്രാറ്റസിന്റെ കാലത്ത് BC 370 അദ്ദേഹം ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, 2000 വർഷം മുമ്പ് തന്നെ. അപ്പോ ഇതൊരു നാച്ചുറൽ ആൾട്ടർനേറ്റീവ് മെഡിസിൻ ആണ് എന്ന് സാറ് പറഞ്ഞു. പ്രീബയോട്ടിക്, ആന്റിബയോട്ടിക്, പ്രോബയോട്ടിക്, സിൻബയോട്ടിക്, പോസ്റ്റ് ബയോട്ടിക്സ് ആൻഡ് സൈക്കോബയോട്ടിക്സ്, ഇതിന് 6 ഘടകങ്ങൾ. പ്രത്യേകിച്ച് സാറ് പറഞ്ഞ ഗട്ട് ബാക്ടീരിയയും ബ്രെയിൻ ബാക്ടീരിയയും തമ്മിൽ ഇവര് റാപ്പോയിലായിരിക്കണം. ഇവർ റാപ്പോയിലല്ല എങ്കിൽ മൊത്തം വെൽനെസ്സിനെ ബാധിക്കുമെന്ന് സാറ് പറഞ്ഞു. അതിലിപ്പോ ഒരു ലീക്കി ഗട്ട്, ഗട്ടിലുണ്ടാകുന്ന എന്ത് ചെറിയ വിഷയം പോലും, വാഗസ് നെർവിലാണ് ഇവരെ ചാനൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്കിൽ പോലും ഇവർ തമ്മിൽ ഈ 2 ബ്രെയിനും ഓക്കെ ആയിരിക്കണം. ലീക്കി ഗട്ട് എന്ന ലെവലിൽ പറയുമ്പോൾ അവിടെ എന്തെങ്കിലും ചെറിയ വിഷയം വരികയാണെങ്കിൽ നമുക്ക് കോർട്ടിസോൾ അതിൽ കലരാമെന്നും സ്ട്രെസ് ലെവൽ കൂടാമെന്നും തിരിച്ചു സംഭവിക്കാമെന്നും സാറ് പറഞ്ഞു. എലികളില് കാനഡയിലും ജപ്പാനിലും നടത്തിയ പഠനം സാറ് സൂചിപ്പിച്ചു. ജംഫ്രീ ആയ മൈസ് ചുണ്ടലി അതില് 1 മണിക്കൂർ നിരീക്ഷിച്ചപ്പോൾ കൂടുതൽ സ്ട്രെസ് ലെവൽ കാണിച്ചുവെന്നും അല്ലാത്തവർ സ്ട്രെസ് ലെവൽ കുറഞ്ഞുവെന്നും പറഞ്ഞു. അതിലൊരു സ്ഥലത്ത് സംശയം, ഡിഫിഡോ ബാക്ടീരിയമാണോ ഇഫിഡോ ബാക്ടീരിയമാണോ? അത് ബിഫിഡോ, BIFIDO. ബി ആണല്ലേ? ഓക്കെ, സോറി, ഞാൻ എഴുതിപ്പെട്ട. ബിഫിഡോ ബാക്ടീരിയം എന്ന ബാക്ടീരിയ ഇൻജെക്ട് ചെയ്തപ്പോൾ നേരത്തെ കാണിച്ച ആ ജേം-ഫ്രീ എലികളിൽ ഇൻജെക്ട് ചെയ്തപ്പോൾ മേൽ പറഞ്ഞ എലിക്ക് നോർമൽ കണ്ടീഷൻ കാണിച്ചു എന്നും സാർ പറഞ്ഞു. ഓക്കെ, അപ്പൊ ശാസ്ത്രീയമായ പഠനങ്ങൾ നടക്കുന്നുണ്ട്. കട്ട് ബ്രെയിനും അതിന്റെ ആക്സിസിനെ പറ്റി സാറ് പറഞ്ഞു. HPA ആക്സിസ് അത് മെന്റൽ വെൽബീയിങ്ങുമായി ബന്ധപ്പെട്ടതാണെന്നും ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി എന്ന HPA ആയിട്ട് സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞു. സ്ട്രെസ് റീഹാബിലിറ്റേഷൻ ആക്സിസ് ആണ് HPA എന്നുള്ളത്. ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റവുമായി ബന്ധപ്പെട്ടാണ് HPA ആക്സിസ് എന്ന് പറഞ്ഞു. അതേസമയം കുറച്ച് ഇന്ന് പറഞ്ഞത് HPA പറ്റിയാണ്. HPG ആക്സിസ് അത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടും ഹോർമോൺസ് വേരിയേഷൻ മൂലം ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചുമായി ബന്ധപ്പെട്ടാണ് സാർ സൂചിപ്പിച്ചു. HPT ആക്സിസ് തൈറോയിഡ്, ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറിയുമായി ബന്ധപ്പെട്ട് ആണെന്ന് പറഞ്ഞു. പിന്നെ 4ാമത്തെ ഒന്നും ഹൈപ്പോതലാമസ് ആൻഡ് സ്കിന്നുമായി ബന്ധപ്പെട്ട് അത് ആക്സിനെ പറഞ്ഞു. അപ്പോ ലീക്കി ഗട്ടിനെ പറ്റി സാറ് പറഞ്ഞത് എനിക്കത് വലിയ ഇൻഫർമേഷൻ ആയിരുന്നു. വളരെ വളരെ ഗുണകരമാണ്. വയറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ലീക്കി ഗട്ട് ഉണ്ട് എങ്കിൽ അഡ്രിനാലിൻ പ്രവേശിച്ച് സ്ട്രെസ് വർദ്ധിക്കുമെന്ന് സാറ് പറഞ്ഞു. സാർ അങ്ങനെ അതിനെ കാണണ്ട. ഇതെല്ലാം നമ്മുടെ മെന്റൽ ഹെൽത്ത് ഡൗൺ ആകുന്ന ഒരു തരത്തിൽ കണ്ടാവും. നോർമൽ കേസിൽ അങ്ങനെ സംഭവിക്കത്തില്ല, അത്ര പവർഫുൾ ആണ്. പക്ഷെ നമ്മുടെ ശരീരത്തിലെ കൂടെ പ്രശ്നങ്ങൾ എപ്പോഴും എനിക്ക് പ്രശ്നമാണ് എന്ന് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ സംശയിക്കും. ഓക്കെ അതാ സാറ് പറഞ്ഞത് ഇവർ തമ്മിൽ ബ്രെയിൻ ഗട്ടും മറ്റേ ഗട്ട് ബ്രെയിൻ തമ്മിൽ സിമ്പിൾ എക്സാമ്പിൾ പറയാം സാർ. നമ്മളെ വീട്ടില് നമ്മളെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ വീട്ടിലിരിക്കുമ്പോൾ
വീട്ടിലുള്ള ഓരോ ചലനങ്ങളും കൃത്യമായിട്ട് നമ്മൾ സെൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പോയി നോക്കണ്ടല്ലോ, ബെല്ലടിക്കുന്നതും വരുന്നതും കുട്ടികൾ അനങ്ങുന്നതും ചാടുന്നതും എല്ലാം. അപ്പൊ നമ്മൾ ഒരു ചാനലുണ്ട്, ഇൻ ബിറ്റ്വീൻ ഒരു ചാനലുണ്ട്. ഈ ചാനലില് നോർമലായിട്ട് നടക്കേണ്ട എല്ലാ കാര്യങ്ങളും കുട്ടികൾ സാധാരണ പോലെ വർത്താനം പറഞ്ഞാൽ നമ്മളൊന്നും പറയാറില്ല. വഴക്കടിച്ചാൽ അപ്പോൾ പറയും മിണ്ടായിരിക്കണം പറയുന്നത്. അതെന്തുകൊണ്ട് അവിടെ അബ്നോർമൽ ആണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഉടൻ തന്നെ നമ്മളൊരു സിഗ്നൽ അപ്ലൈ ചെയ്ത് ഇത് പറഞ്ഞ പോലെ നോർമൽ ആയിട്ടുള്ള എല്ലാ സിസ്റ്റവും നോർമൽ ആയിട്ട് തന്നെ നടന്നു പോകും. പക്ഷെ അബ്നോർമൽ ആണെങ്കിൽ അവിടെ അങ്ങനെ അബ്നോർമാലിറ്റി കൂടി കഴിയുമ്പോൾ ഈ ലീക്കി ഗട്ട് എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആയിട്ട് മാറും. അതല്ലാതെ ഒരു നോർമൽ സിസ്റ്റം ഡൗൺ ആകുമ്പോഴാണ് ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ഫെയിൽ ആയി കഴിയുമ്പോൾ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇതൊക്കെ ഫെയിൽ ആണ്. അങ്ങനെയാണ് ചിന്തിക്കുക. കാരണം ഇല്ല അല്ലെ, ബാലൻസ് ഇല്ല. അപ്പൊ ആ ഒരു തലത്തിൽ നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഉള്ള അബ്നോർമാലിറ്റീസ് ഉണ്ട്. അതെ, അപ്പം ഹെഡ് ബ്രെയിനും ഗട്ട് ബ്രെയിനും തമ്മിൽ റാപ്പോലായിരിക്കണം, അതല്ലേ സാർ സൂചിപ്പിക്കുന്നത്? അതെ, അപ്പൊ അതിന് വാഗസ് നെർവിന് ഒരു പവർ ഉണ്ട്, അതിലൂടെയാണ് ഈ ട്രാവൽ നടക്കുന്നത്. സെറാട്ടോണിന്റെ 90% ഗട്ട് ബ്രെയിനിലാണെന്ന് സാർ സൂചിപ്പിച്ചു. അപ്പോ പൂച്ച എലിയെ പിടിക്കുന്നത് പോലും അത് ഇങ്ങനെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പറഞ്ഞു. ഈ കാര്യങ്ങളെ പറ്റി നമുക്കൊരു അവബോധം ഉണ്ടായാൽ, ഇങ്ങനെയുള്ള പരിജ്ഞാനം ഉണ്ടായാൽ വ്യക്തിപരമായി പോലും നമ്മെ സ്നേഹിക്കാൻ നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ സാർ ക്ലാസ് അവസാനിപ്പിച്ചു. വളരെ ഞാനിത് നാളെ പഠിക്കട്ടെ, ഇതൊന്ന് ചെറുതാക്കി പീസാക്കി മിക്സിയിൽ അടിച്ചിട്ട് ഒന്ന് എന്നാലും ദഹിക്കത്തുള്ളൂ സാറേ. സ്വല്പം അഡ്വാൻസ് ലെവലാണ്, കാരണം ലെവലൊക്കെയാണ്, പക്ഷേ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. വളരെ ഗുണകരമായി. ഫുഡ് സൈക്കിൾ ഉണ്ടല്ലോ, നമ്മള് ഫുഡ് സൈക്കിളിനെ കുറിച്ച് പറഞ്ഞല്ലോ. പൂച്ച എലിയെ പിടിക്കുന്നു, എലി അടുത്തിന്. ഇത് സത്യത്തിൽ ഈ മൈക്രോബയോട്ടയുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷെ പണ്ട് എങ്ങനെയാണ് ഇവർക്ക് ഇത് മനസ്സിലാക്കിയതെന്ന് അറിയാം, അല്ലെങ്കിൽ നേച്ചറിന് അറിയാം, മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രം. അതെ, ഇത് പുളിപ്പിക്കാൻ തൈര്, അതായത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും സാർ പ്രത്യേക നിഷ്കർഷ പറഞ്ഞിട്ടുണ്ട്. ഫെർമെന്റഡ് ആണ്, ഫെർമെന്റഡ് എല്ലാം ബയോടെക് നല്ലതാണ്. പക്ഷെ ഫെർമെന്റഡ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കടയിൽ നിന്ന് മേടിക്കുന്ന അതിനകത്ത് എക്സ്ട്രാ ബയോട്ടകൾ ആഡ് ചെയ്യുന്നത്, ഈ മൈക്രോബയോംസ് ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോബയോട്ടിക്സ് ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം നല്ലതാണോ ഇല്ലയോ നമ്മൾ എങ്ങനെ അറിയും? പറയാവോ എന്തായിരുന്നു സാറേ? നമുക്കൊരു അവയർനെസ്സും കൂടി വരണ്ടേ സാർ? അതായത് ഇപ്പൊ മൃഗങ്ങൾക്ക്, പൂച്ചക്കോ പട്ടിക്കോ എന്തെങ്കിലും വയറിന് അസുഖമാണ്, അത് പോയിട്ട് പ്രത്യേകതരം ചെടികൾ കഴിക്കുമ്പോൾ അതാവുന്നുണ്ട്. അപ്പൊ അതുപോലെ ബ്രെയിൻ നമുക്കൊരു എന്തെങ്കിലും സിഗ്നൽസോ അതുപോലെ നമുക്കൊരു മെസ്സേജ്, ഒരു ഇൻഫർമേഷനോ തരാത്ത എന്താ സാർ അത്? ഇല്ല സാറേ, നമ്മളെ കൃത്യമായിട്ട് അത് നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ പഴയ പിതാക്കന്മാരെല്ലാം ചെയ്തിരുന്നു. അവരത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞത് അത് നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയല്ലേ ഈ ആയുർവേദത്തിന്റെ ഒക്കെ ഇഫക്റ്റ് അവിടെയല്ലേ വരുന്നത്, അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മളത് തയ്യാറല്ല. വി ആർ മോഡേൺ. നമ്മൾ മോഡേൺ ആകുന്നതനുസരിച്ച് അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ അസുഖം വന്ന് ഒരു നിവൃത്തിയില്ലാതെ വരുമ്പോഴൊക്കെയാണ് നമ്മൾ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മൾ നോക്കി മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ എത്ര പേര് ഈ ആയുർവേദത്തെയൊക്കെ എന്തോരു പേരാണ് കളിയാക്കുകയൊക്കെ ചെയ്തത്. അത് എത്ര മോശമായിട്ടാണ് ചെയ്തത്. നമ്മുടെ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ചു, ഇതെല്ലാം നടന്നു. അപ്പൊ ഇവിടെ എല്ലാം സംഭവിക്കുന്നത് എന്താണ്? നമ്മളുടെ പാരമ്പര്യ ശാസ്ത്രത്തിൽ നിന്നുണ്ടായിരുന്ന ആ സിസ്റ്റത്തിന് പകരം നമ്മളൊരു സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കീപ്പ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ. ക്ഷമ വേണം, സഹനം വേണം, സമയം വേണം, ഇതെല്ലാം വേണം. പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിന് നമ്മുടെ ശരീരത്തിന് നടുവേദന ഉണ്ടായി, നടുവേദന മാറാൻ വളരെ ഈസിയാണ്. നമ്മളൊരു ആയുർവേദത്തിൽ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണ്ട, ഒരു 3 മാസം ഒന്ന് കട്ടിലേ കിടക്കാവോ, എഴുന്നേക്കാതെ തന്നെ മാറും, ഓട്ടോമാറ്റിക്കായിട്ട് മാറും. 100% മാറും. അതെങ്ങനെ മാറുന്നു സാറേ? അത് ഓട്ടോമാറ്റിക്കാണ് സാറ്. നമ്മുടെ ബോഡിയിൽ ഇതിനുള്ള സിസ്റ്റം ഉണ്ട്. നടുവേദന ഉണ്ടെങ്കിൽ, ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടെങ്കിൽ ഡിസ്ക് അകത്ത് കയറാനുള്ള ഓട്ടോമാറ്റിക് സിസ്റ്റം നമ്മുടെ ബോഡിക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ അനങ്ങരുത്, അനങ്ങാതെ കിടക്കണം. മരക്കട്ടിൽ, കാഞ്ഞിരത്തിന്റെ കട്ടിലോ ഒക്കെ കിടക്കാം, അതിനൊക്കെ സിസ്റ്റം ഉണ്ട്. പക്ഷെ നമുക്കതൊന്നും പറ്റും, നമുക്ക് സമയമില്ലല്ലോ. 15 ദിവസം തിരുമ്മി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ജോലിക്ക് പോകും. ശരിക്കും പറഞ്ഞാൽ 15 ദിവസം തിരുമ്മി കഴിഞ്ഞാൽ അതിന്റെ 3 ഇരട്ടി ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കണമെന്നാണ് നിയമം. ഇല്ലല്ലോ, നടുവേദനയാണ്, ഡോക്ടർ ശരിയില്ലെന്ന് നമ്മൾ പറയും. അപ്പൊ ഇതിനൊന്നും എല്ലാത്തിനും സിസ്റ്റം ഉണ്ട്. നമ്മൾ റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്താൽ തന്നെ മാറും. കണ്ണിന് കാഴ്ചക്കുറവ് വന്നു, കണ്ണിന് കാഴ്ച കുറെ നേരം റെസ്റ്റ് എടുക്കും, തന്നെ അത് ഇമ്പ്രൂവ് ആവും. പക്ഷെ നമ്മൾ ഒരിക്കലും അതിനെ അനുവദിക്കുന്നില്ല. അപ്പൊ എല്ലാത്തിനും സിസ്റ്റം ഉണ്ട്. പക്ഷെ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അത് അംഗീകരിക്കാനും നമ്മൾ തയ്യാറാണ്.
നാളത്തെ ദിവസം നമുക്കൊരു പ്രത്യേക ക്ലാസ് ആണ്. വിദേശത്ത് പഠിക്കാൻ വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിനെ കുറിച്ചാണ് തോമസ് ക്ലാസ് എടുക്കുന്നത്. വിദേശത്ത് പഠിക്കുമ്പോൾ ലോണുകൾ എങ്ങനെയാണ്, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എഡ്യൂക്കേഷൻ ലോൺ ഫോർ ഇന്റർനാഷണൽ സ്റ്റഡി, വിദേശ വിദ്യാഭ്യാസത്തിനുള്ള വായ്പകൾ. അപ്പോൾ വായ്പ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ബാങ്കുകൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും വായ്പ തരത്തില്ല, പക്ഷെ നമ്മൾ പലപ്പോഴും നിർബന്ധിച്ച് മേടിക്കാറുണ്ട്. പക്ഷെ ചിലതിനൊക്കെ കസ്റ്റോഡിയനായിട്ട് ചില പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നാളെ സാറ് എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പൊ വിദേശ പഠനം വളരെ കൂടിയ ഒരു കാലഘട്ടമായതുകൊണ്ട് വളരെ പ്രസക്തമാണ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പറഞ്ഞു. നമസ്കാരം സാർ, ഇത് വളരെ ഇൻഫോർമേറ്റീവ് സെക്ഷൻ ആയിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫോർമേറ്റീവ് എന്ന് പറയുന്നതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം പല പുതിയ അറിവുകൾ അതിൽ നിന്ന് കിട്ടി. ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചത്. പിന്നെ അതിൽ പറയാനുള്ളത്, നമ്മുടെ പഴയ കാലത്ത് ഒരു 30-40 വർഷം പിന്നിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ കാലത്തൊക്കെ നമ്മുടെ ഒരു പഴങ്കഞ്ഞി എന്നൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്, അതുകൂടി തൈരും ചേർത്തിട്ട്. അന്നുള്ള അസുഖത്തിൽ സത്യം പറഞ്ഞാൽ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും അവിടെയുണ്ട്. അന്ന് അസുഖം കാലത്ത് പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് കഴിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ മറന്നുപോയത് കൊണ്ടാണ് ഇങ്ങനെ പല രോഗങ്ങളും ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച് സർ. ഇന്ന് നമ്മൾ തൈര് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ചിക്കനും ബിരിയാണിയൊക്കെ കഴിക്കുമ്പോഴാണ്. ബിരിയാണി, ഇറച്ചി എല്ലാം അത് ഹെവി ഫുഡാണ്, ഡൈജസ്റ്റ് ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും. ഈ തൈരും വിരുദ്ധാഹാരം കൂടിയാണത്. തൈരും വിരുദ്ധാഹാരമാകുന്നത് എങ്ങനെയാണ്? തൈരും എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ ഹാർഡാണ്. പ്രോബയോട്ടിക് ആണെങ്കിൽ പോലും അത് ഹാർഡാണ്. അപ്പൊ ഈ രണ്ട് ഹാർഡും കൂടെ വരുമ്പോൾ നമ്മുടെ ഇരട്ടി വർക്ക് നമ്മുടെ ബോഡിക്ക് ചെയ്യേണ്ടി വരും. അതിനുശേഷം കഞ്ഞി കഴിക്കുമ്പോൾ കഞ്ഞിയുടെ വെള്ളത്തിലേക്ക് തൈര് ഒഴിക്കുമ്പോൾ അത് മോരായി മാറും. മോര് എന്ന് പറയുന്നത് ലഘുവാണ്. അപ്പൊ അത് വളരെ ഗുണകരമാവും. അത് ഡൈജസ്റ്റീവ് എൻസൈമാണ്. അത് ഗുണകരം, അല്ലെങ്കിൽ അതിന് പോസിറ്റീവായിട്ടുള്ള ഇഫക്റ്റ് കിട്ടും. അപ്പോൾ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യും, സന്തോഷകരമാണ്. ആകെ പഴങ്കഞ്ഞി ആകുമ്പോൾ കൂടുതലും അതിന് ഫെർമെന്റേഷൻ നടക്കുന്നുണ്ടല്ലോ. യെസ്, ഫെർമെന്റേഷൻ ആണ്. അപ്പൊ ഈ പ്രോബയോട്ടിക് എന്ന് പറയുന്നത് ഫെർമെന്റേഷൻ ആണ്. ഫെർമെന്റ് ചെയ്യുന്ന എല്ലാ ഇതിലും പ്രോബയോട്ടിക്സ് ഉണ്ട്. പക്ഷെ പ്രോബ്ലം ഇതാണ്, നമ്മൾ ഫെർമെന്റ് ചെയ്ത് മേടിക്കുന്ന പലതിലും അത് ആർട്ടിഫിഷ്യൽ ആണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് പലപ്പോഴും പ്രോബയോട്ടിക്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ബയോട്ടിക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തണുപ്പിച്ചത് കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മളെ ഹെൽത്ത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. കറക്റ്റ് ആണ് സർ. താങ്ക് യു വെരി മച്ച്. മിനിമം കേട്ടായിരുന്നോ? എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയുമോ? വേറെ ആർക്കെങ്കിലും പറയാൻ കേട്ടോ? ആർക്ക് വേണമെങ്കിൽ സംസാരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷൻ? ഇപ്പത്തെ വിജയൻ സാർ പറഞ്ഞ പോലെ കഞ്ഞിയും മോരും കൂടെ, പഴങ്കഞ്ഞിയും മോരും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇന്ന് നമ്മുടെ സ്റ്റാറ്റസ് അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ കുഴപ്പമുള്ളൂ. കഞ്ഞി നമ്മൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. കഞ്ഞി വൈകുന്നേരത്തെ കഞ്ഞി എടുത്തു വെക്കാതെ രാവിലെ കുടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. കാരണം അത് അതിൻ്റെ അകത്ത് അണുക്കൾ ഉണ്ടാകും, ജേംസ് ഉണ്ടാകും എന്നൊരു പേടി നമുക്ക്. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ വിദ്യാഭ്യാസവും വിവരവും കൂടുന്നതനുസരിച്ച് പുറകോട്ട് സഞ്ചരിക്കാനും അല്ലെങ്കിൽ പഴയ ആളുകൾ പറഞ്ഞതൊക്കെ അതുപോലെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് അത്ര എളുപ്പമല്ല. വേണമെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് രാവിലെ എടുത്ത് ചൂടാക്കിയിട്ട് വേണമെങ്കിൽ കഴിക്കും. അതോടെ അതിന്റെ ഗുണങ്ങളെല്ലാം പോയി, ഫെർമെന്റേഷൻ എല്ലാം നഷ്ടപ്പെട്ടു പോയി. പക്ഷെ അങ്ങനെ കഴിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. പക്ഷെ പണ്ടത്തെ ഉള്ള ആളുകൾക്കൊക്കെ അത് ചെയ്യാമായിരുന്നു, ഒരു പ്രോബ്ലവും ഇല്ല, അവർ ഹെൽത്തി ആയിരുന്നു. അന്നുള്ള അരിയിൽ തവിടും അംശം ഉണ്ടായിരുന്നു, അത് കൂടുതലും ഗുണം ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് ഒരു ഗുണമില്ലാത്ത അരിയാ കഴിക്കുന്നത് അല്ലേ? ഇന്ന് നമ്മള് അരിയിലുള്ളത് പലപ്പോഴും കളറാണ്. കണ്ടു കഴിഞ്ഞാൽ നല്ല തവിടുള്ളതായിട്ട് തോന്നും, പക്ഷെ അത് പലപ്പോഴും കളർ മിക്സിംഗ് ആണ്. സാബു സാറേ, ഞാനൊരു കാര്യം പറയട്ടെ? പറയും സാർ. സാർ ഒത്തിരി നാളല്ലേ കണ്ടിട്ട്? കൊറേ ബിസി ആയിരുന്നു. അപ്പോ സാർ പറഞ്ഞില്ലേ, ഈ കോർട്ടിസോള് സ്ട്രെസ് ഹോർമോൺ ഉണ്ടാവുമ്പോ ശരിക്ക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും.
ഈ സ്റ്റൊമക്കില്. യെസ് സർ. അങ്ങനെയാണ് ഈ ഗട്ട് ലീക്ക് ഉണ്ടാകുന്നത്. ഈ ആസിഡ് കൂടുതൽ ഇൻഡസ്റ്റൈനെ എഫക്ട് ചെയ്യുമ്പോൾ അവിടെ സോർസ് ഉണ്ടാവും, ലീക്ക് ഉണ്ടാവും. അത് പിന്നെ അൾസറും ക്യാൻസർ ആവാൻ വരെ ചാൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയാണ് ഇങ്ങനെ. സാർ പക്ഷെ അത് അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട് സാർ. കോർട്ടിസോള് അത് ബ്ലഡിലുള്ളതാണ്. പക്ഷെ നമ്മളുടെ ഈ ഡൈജസ്റ്റീവ് എൻസൈംസ്, ആ ഹോർമോൺസ് നമ്മൾ സമയം തെറ്റിയാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഹോട്ടലിൽ ഇരിക്കുന്നു, മണ അടിക്കുന്നു, ഹൈഡ്രോക്ലോറിക് ഗ്യാസ് ഉണ്ടാക്കുന്നു. അപ്പൊ നമ്മുടെ ഗട്ടിലുണ്ടാകുന്ന എൻസൈംസ് അത് ഭയങ്കര പവർഫുൾ എൻസൈംസ് ആണ്. ഈ പറയുന്ന മാംസ്യത്തെയൊക്കെ അപ്പൊ ആ എൻസൈംസ് പ്രോപ്പർ അല്ലെങ്കിൽ അത് ആവശ്യമില്ലാതെ സെക്രേറ്റ് ചെയ്യപ്പെടുകയും അത് ഉപയോഗിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സെൽസിനെ അത് നശിപ്പിച്ചു കളയും. സാറ് സ്ട്രെസ് ഹോർമോൺ ഉണ്ടാകുമ്പോഴും അസിഡിറ്റി പ്രോബ്ലം ഉണ്ടാവും. സ്ട്രെസ് ഹോർമോൺ ഉണ്ടാകുമ്പോൾ കോർട്ടിസോളിന്റെ ബ്ലഡ് സാർ അതിന്റെ റിവേഴ്സ് പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്. നന്നായിട്ട് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ ശരിക്ക് ആസിഡ് ഓവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. സാർ ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, ഈ പടത്തില് ബ്ലഡ് സ്ട്രീമിലെ കോർട്ടിസോളിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് നേരെ റിവേഴ്സ് ആക്ഷൻ നടക്കും. റൈറ്റ്. മറ്റേ കുഴലിന്റെ അകത്ത് അല്ലെങ്കിൽ നമ്മുടെ വൻകുടലിന്റെ അകത്ത് ഈ പറയുന്ന ഇതുണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ ഈ പറയുന്ന ഹോർമോൺ ഉണ്ടായി ഫുഡ് ഇല്ലെങ്കിൽ അത് അവിടുന്ന് താഴോട്ട് ഒരു ആക്ഷൻ നടത്തും. അങ്ങനെ ഡബിൾ ആക്ഷൻ. എനിക്ക് ആദ്യമായിട്ട് ഈ ഇങ്ങനെ അൾസർ ഉണ്ടായപ്പോ പ്രോബയോട്ടിക് ടാബ്ലറ്റും ആന്റിബയോട്ടിക് തന്നു, കൂടെ പ്രോബയോട്ടിക്കും തന്നു 2-3 വർഷം മുന്നേ. ആദ്യമായിട്ടാണ് ഞാൻ പ്രോബയോട്ടിക് ടാബ്ലറ്റ്സ് കാണുന്നതും അനുഭവിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും. ആന്റിബയോട്ടിക് മാത്രമേ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ആന്റിബയോട്ടിക്കിന്റെ കൂടെ പ്രോബയോട്ടിക്കും തരാറുണ്ട് ഡോക്ടേഴ്സ്, ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, താങ്ക് യു സർ. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. വളരെ ഒരു പുതിയ ടോപ്പിക് കിട്ടി. വളരെ ലക്കി ആയിട്ടാണ് എനിക്കത് അനുഭവപ്പെട്ടത്. എൻ്റെ അസുഖത്തിനും അല്ലെങ്കിൽ എൻ്റെ ഹാബിറ്റിനൊക്കെ പറ്റിയ വളരെ ഇൻഫോർമേറ്റീവ് ആയ ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. സാർ നമസ്കാരം. സൗണ്ട് ഇല്ല സാർ. എത്തുമ്പോ നേരം വൈകാണ്, പിന്നെ കുറച്ച് ഓട്ടമായിരുന്നു, കുറച്ച് യാത്രയിലായിരുന്നു. ഇതിനെന്തെങ്കിലും ആഡ് ചെയ്യാവോ സാർ? ഏതാ? ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അയ്യോ, ഞാൻ ഇപ്പൊ കേറിയുള്ളൂ. ഇപ്പൊ ഒന്ന് കേറിയുള്ളൂ, അപ്പൊ ഓൺ ചെയ്ത. ആ കോർട്ടിസോളിന്റെ ലെവല് കൂടി കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയർ സംഭവിക്കാം. അത് സൂയിസൈഡൽ ടെൻഡൻസിക്ക് ഒരു കാരണം കേട്ടാം. അത് 2 വരും. അത് ആങ്കർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നമ്മൾ എക്സ്പ്രസ് ചെയ്താൽ ഇതൊക്കെ സംഭവിക്കും. കോർട്ടിസോളിന്റെ ലെവൽ കൂടും. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ജോർജ് സാർ പറയും. അതിഭയങ്കരമായ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ സാറിനോട് കോമ്പൻസേറ്റ് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിഭയങ്കരം. ഇതൊക്കെ ഈ ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് കിട്ടുന്നതിന് നമുക്ക് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഇതൊക്കെ ഫ്രീ ആയിട്ട് സാർ ഇങ്ങനെ ഹൗ യു മാനേജ് ടു അറേഞ്ച് ഓൾ ദീസ് തിങ്സ് ഇൻ സച്ച് എ വേ? സാർ ഇത് എക്സ്പെൻസീവ് ഒന്നുമല്ല. ഇതൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബുകളിലെല്ലാം ഇതിന്റെ ഇൻഫർമേഷൻ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞങ്ങളെ സംബന്ധിച്ച് കേട്ടിട്ടില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് സാർ. അത് ശരിയാ സാർ. ഞാനത് ഇതിന്റെ ഒരു പേരിടാൻ, ഈ ടോപ്പിക്കിന് ഒരു പേരിടാൻ വേണ്ടി ഞാൻ ഒത്തിരിയും തപ്പി. അങ്ങനെ തപ്പി എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഈ പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞ പേര് കിട്ടിയത്. അങ്ങനെ നമ്മള് സെർച്ച് ഒരു ലക്ഷ്യത്തോടു കൂടി പോകുമ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടും. അത് കിട്ടും. ഇനി വളരെ എളുപ്പമാണ്. ഇപ്പൊ സൈക്കോബയോട്ടിക് എന്ന് അടിച്ചു കഴിഞ്ഞാല് ഒത്തിരി ഇൻഫർമേഷൻസ് ഉണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു സാർ. ഒരു അനശ്വരമായ സർവീസ് തന്നെയാണ്. ഗ്രേറ്റ്, താങ്ക് യു. ഓക്കെ, നമുക്ക് വേറെ ആർക്കും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് അതിന്റെ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ജെൻ സാർ ഉണ്ട്, തോമസ് സാർ ഉണ്ട്, ആർക്കും ഡിസ്കസ് ചെയ്യാം. നന്ദകുമാർ സാർ പറയും. നമസ്കാരം സാറേ. രജനി സാറിനൊരു വലിയൊരു അഭിനന്ദനം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു സ്പീക്കറാണ് ഇന്ന് വരേണ്ടത്, പക്ഷെ അദ്ദേഹം വന്നില്ല. അദ്ദേഹത്തിന്റെ ആബ്സൻസില് സാർ പെട്ടെന്ന് ഇത്ര മനോഹരമായ, ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സബ്ജക്ട് വളരെ മനോഹരമായിട്ട് ഒരു 1.5 മണിക്കൂർ പ്രസന്റ് ചെയ്തു. അതിന് ഒരു വലിയൊരു കയ്യടി സാറേ. താങ്ക് യു സാർ. സാറ്
എന്താ പറയാ ബയോട്ടിക്സിന്റെ ഒരു വിശാലമായ ഒരു ലോകം ഞങ്ങളുടെ മുമ്പിൽ തുറന്നു വന്നത്. അതിന് ഏറെ നന്ദി. ബിക്കോസ് ബയോട്ടിക്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. 5-6 ടൈപ്പ് ബയോട്ടിക്സിനെ കുറിച്ച് വളരെ വിശദമായിട്ട് സാറ് പറഞ്ഞു തന്നു. അതിന്റെ പ്രാധാന്യം, അത് മനസ്സിന്റെ ആരോഗ്യമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നു. അതിന് ഏറെ നന്ദി. പിന്നെ സാറേ ഒരു സംശയം, ഈ സാർ ഒന്നുണ്ട് ആക്സസിന്റെ കാര്യം പറഞ്ഞു, അത് ഈ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ഒക്കെ അംഗീകരിക്കും സാറേ? ഉണ്ട് സാറേ, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതിന്റെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യാത്തത്. അപ്പൊ നിങ്ങളുടെ കോർട്ടിസോൾ കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്ട്രെസ് ഉണ്ടാകുന്നതെന്ന് പോലും നമ്മളോട് ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. അതാണ് ഞാൻ പറയാം, പലപ്പോഴും അവരുടെ നഗ്നമായ കണ്ണിന് അല്ലെങ്കിൽ അവർ ടെസ്റ്റ് ചെയ്ത് ലാബിൽ പ്രൂവ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമേ അവർ സമ്മതിക്കുള്ളൂ. അങ്ങനെ കുഴപ്പമുണ്ട് മോഡേൺ ഡോക്ടേഴ്സ്. ഇതെല്ലാം പ്രൂവ്ഡ് ആണ്. പക്ഷെ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒരു പ്രിസ്ക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള സമയമൊന്നും അവർക്ക് എടുക്കേണ്ട കാര്യമില്ല. അവരാ ഈസി മൈൻഡ് പോകുന്നതാണ്. പിന്നെ സാറിന് അറിയായിരിക്കും, ഇപ്പൊ ഈ ഗട്ടിലെ മൈക്രോബ്സിൻ ഇല്ലേ, അതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ഒരു നല്ലൊരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പൊ ഈ വയറിന്റെ പ്രോബ്ലംസ് ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ മലചികിത്സ എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ഗട്ടിന്റെ പ്രാധാന്യം കാണിക്കുന്നതാണ്. കാരണം ആരോഗ്യമുള്ള ഒരാളെ ഗട്ടിന്ന് മല കൊടുത്തിട്ട് അത് വേണ്ട വിധത്തിൽ ട്രീറ്റ് ചെയ്തിട്ട് അത് ക്യാപ്സ്യൂൾ ഫോമിൽ ഇപ്പൊ ഈ വയറിന് പ്രശ്നമുള്ള രോഗികൾക്ക്, ഗട്ടിലെ പ്രശ്നമുള്ള രോഗികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് വയറിൽ മാത്രമല്ല, ഈ മെന്റൽ ആങ്സൈറ്റി തലത്തിലും കൊടുക്കുന്നുണ്ട്. അതൊരു ഈ സാറിന്റെ ആ ഇതില്ലേ സ്റ്റേറ്റ്മെന്റിനെ കുറച്ചുകൂടി സാധൂകരിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഞാൻ സാറ് പിൽസിന്റെ ഞാൻ ഇതിനകത്ത് ഒത്തിരിയും നമ്മളുടെ കേരളത്തിൽ കിട്ടുന്നത്, കേരളത്തിലെ പ്രോബയോട്ടിക്സ് എന്ന പേരിലുള്ള ഒത്തിരിയും ഡ്രഗ്സ് നമ്മുടെ ഇതിൽ കിടപ്പുണ്ട്. ഞാനത് മനഃപൂർവ്വം ഇടാത്ത, കാരണം അതിന് നമുക്കൊരു ആധികാരികതയില്ല അത് പറയുമ്പോൾ. ലാക്ടോബാസിൽസ് അങ്ങനെ ഒരുപാടുണ്ട്. ലാക്ടോബാസിൽസ് ആണ് പ്രൈമറി ആയിട്ടുള്ളത്. അതുമാതിരി പല പേരിലുള്ള ബയോട്ടിക്സ് ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഈ പറയുന്ന പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പേര് ഞാൻ പറയാത്ത, ഒത്തിരി പേരുകൾ പറയാനുള്ള നമുക്ക് സുപരിചിതമായ ഒത്തിരി പേരുകളുണ്ട്. ഈ ലാക്ടോബാസിൽസ് ആണ് തൈരിലുള്ളത്. യെസ്, നമുക്ക് വളരെ പ്യൂർ ആയിട്ടുള്ള നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള സാധനം കിട്ടും തൈരിൽ നിന്ന്. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ മതി. അത് പാല് ഉപയോഗിക്കാനും പാല് ഉൽപ്പന്നം ഉപയോഗിക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. Thank you, sir. Thanks a lot. You threw a lot of light on this subject. Thanks a lot. Okay, അപ്പൊ നമുക്ക് എന്നാൽ നാളത്തെ ദിവസം നമുക്ക് നമ്മുടെ വിദേശ പഠനവുമായി ബന്ധപ്പെട്ടുള്ള വായ്പകളെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പം വൈൻഡപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു ആൻഡ് ഗുഡ്. Thank you. Thanks a lot.